ഹായ് ഓൾ. അപ്പോൾ ഞാൻ നമ്മുടെ സയൻസ് ആൻഡ് ടെക്കിൻ്റെ PDF എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഇതൊരു 108ഓളം പേജുള്ളൊരു PDF ആണ്. ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസിന് പുറത്ത് കാണും. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ നോർമലായിട്ട് വായിച്ച് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിക്കോ കോഡോ ഒരു റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കാൻ അല്ലെങ്കിൽ ആ ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു അപ്രോച്ചിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇൻഡോലോഗസിൻ്റെ PDF ആണ് എടുത്തിട്ടുള്ളത്. ഇൻഡോലോഗസ് ആകുമ്പോൾ ഒരുപാട് പേര് പഠിക്കാനായിട്ട് എടുക്കുന്ന ഒരു PDF ആയിരിക്കും ഇത്. അതുകൊണ്ടാണ് ഇൻഡോലോഗസിൻ്റെ PDF ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു PDFലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ ബയോബാങ്ക് ഫോർ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ്, അപ്പോൾ LSD. അപ്പോൾ ഇതൊരു ഡിസോർഡറാണ് അല്ലേ, ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, ഒരു മെഡിക്കൽ ഡിസീസസ് ആണ്. അപ്പോൾ ഇത് ഏത് സിറ്റിയിലാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ഫസ്റ്റ് നാഷണൽ ബയോബാങ്ക്. അപ്പോൾ ഡിസീസാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് മരുന്ന് വേണം, മെഡിക്കൽ എന്നൊരു സാധനം അതിനകത്ത് വരുമല്ലോ, മെഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അഹമ്മദാബാദ് എന്നുള്ള ഓപ്ഷൻ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. മനസ്സിലായി? ഈ ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് മൊത്തം പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് അത് എങ്ങനെ അഹമ്മദാബാദ് നമ്മൾ ഈ ഒരു LSD എന്ന് പറയുന്ന ഡിസോർഡറുമായിട്ട് കണക്ട് ചെയ്യുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിലുള്ള ബോക്സ് എല്ലാം പറയാൻ നിൽക്കുന്നില്ല. പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ലെന്ത് പോകും. അപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പക്ഷേ നോക്കിപ്പോകും. ഇപ്പോൾ തന്നെ ലൈസോസോമിനെയാണ് നമ്മൾ സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ഫസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ AC അർജുൻ എന്നുള്ളതാണ്. അപ്പോൾ അത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഡിപ്ലോയ് ചെയ്തത്. RPF ആണിത് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അർജുൻ എന്നുള്ളത് നമുക്ക് ആ ഹ്യൂമനോയിഡ് റോബോട്ടായിട്ട് കണക്ട് ചെയ്യും? അപ്പോൾ ഇത് നമ്മുടെ മഹാഭാരതത്തിലെ അർജുന എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് അർജുൻ എന്നുള്ള പേരെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, ഹ്യൂമനും അല്ല റോബോട്ടും അല്ല. അർജുന എന്നുള്ളതൊരു ഗോഡ് എന്ന രീതിയിലല്ലേ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കോഡ് അങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. അർജുൻ എന്ന് കേൾക്കുമ്പോൾ അത് ഹ്യൂമനോയിഡ് റോബോട്ട് എങ്ങനെയുണ്ട്, ഈ കോഡ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ പഠിക്കാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കോഡുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലും നല്ല കോഡുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അത് ഇനിയുള്ള വീഡിയോയിൽ ഞാനത് വീണ്ടും പറയാം. അപ്പോൾ അതെല്ലാവർക്കും ഉപയോഗമാവും. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്ന അത് ചിലപ്പോൾ അത് നല്ല കോഡാവണമെന്ന് പോലില്ല, ജസ്റ്റ് ചിലപ്പോൾ ചളിയായിരിക്കും. ചിലത് നല്ല കോഡുകളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പറയുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ 2 എണ്ണമല്ലേ പറഞ്ഞുള്ളൂ. ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ് MRI സ്കാനർ. ഓക്കെ. ഇപ്പോൾ MRI സ്കാനർ, നമ്മൾ MRI റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടോ? തലയോട്ടിയുടെ പല ഭാഗങ്ങളായിട്ടായിരിക്കും അല്ലേ, പല ഫ്രണ്ടിൽ നിന്നുള്ള ലോബി, സെൻട്രൽ, അങ്ങനെ പല ഇതായിട്ടായിരിക്കും അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു ഗ്രിഡ് പാറ്റേൺ പോലെയല്ലേ. ഞാൻ ആ ഗ്രിഡ് പാറ്റേൺ പറയാൻ കാരണം നമ്മുടെ ആൻസറിനകത്ത് ഒരു ഗ്രിഡ് വരുന്നുണ്ട്. അപ്പോൾ ആ വോക്സൽ ഗ്രിഡ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ള ഐഡിയ അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് ഗ്രിഡ് കിട്ടിയാൽ മതി, നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഗ്രിഡ് പിക്ക് ചെയ്യാൻ പറ്റും. അഥവാ ചോദിച്ചാൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ബാക്ക്ഡ് ബൈ സോഹോ എന്നുള്ളതും കൂടെ നോക്കി വെക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സ്റ്റേറ്റാണ് ഇത് ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അഡോപ്റ്റ് ആൻ ഒഫീഷ്യൽ സ്റ്റേറ്റ് മൈക്രോബ്? അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ആനിമലുണ്ട്, സ്റ്റേറ്റ് ബേർഡുണ്ട്, സ്റ്റേറ്റ് ഫ്ലവറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് സ്റ്റേറ്റ് മൈക്രോബ് അതിനെ ആഡ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കേരളയാണ്. അതെ, നമുക്ക് അഭിനന്ദിക്കാം അല്ലെ, അഭിമാനിക്കാം. അപ്പോൾ അത് മസ്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഇത് PSC എക്സാംസിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, സ്റ്റേറ്റ് മൈക്രോബ്. അപ്പോൾ അതിൻ്റെ പേര് പഠിക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. ബാസിലസ് സബ്റ്റിലിസ് എന്നുള്ളതാണ്. ബാസിലസ് സബ്റ്റിലിസ് എന്നുള്ള ഒരു ബാക്ടീരിയയാണ്. ഇതൊരു ഗുഡ് ബാക്ടീരിയയാണ്. നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിലും എൻവയോൺമെൻറ്റിലാണെങ്കിലും എല്ലാം, ഫെർമെൻറ്റേഷൻ, അഗ്രികൾച്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലിസ് എന്നുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കോഡ് വേണോ? വേണ്ട. അപ്പം അവിടെയും സ്റ്റേറ്റ് മൈക്രോബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ് മുന്നിൽ. അപ്പം നമ്മളല്ലാതെ വേറെ ആര് അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്ത, വിച്ച് IIT ഹാസ് ഡെവലപ്ഡ് ആൻ AI ഏജൻറ്റ് AILA ദാറ്റ് ക്യാൻ കണ്ടക്ട് റിയൽ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്? ഓക്കെ. എയില എന്നുള്ളതിൽ നിന്ന് നമുക്ക് മീനുണ്ടല്ലോ, അയില എന്ന് പറയുന്ന മീൻ, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതങ്ങനെ പറയാൻ കാരണം ഇത് ഡെവലപ്പ് ചെയ്യുന്നത് IIT ഡൽഹിയാണ്. അപ്പോൾ ഡൽഹി എന്നുള്ളതിനകത്ത് ഇഡലി എന്ന് കിട്ടുന്നുണ്ടോ? ഇഡലി. നമ്മൾ ഇഡലിക്ക് ഇന്ന് സാമ്പാറില്ല, പകരം അയലക്കറിയാണ്. തലേന്നത്തെ അയലക്കറിയും ഇഡലിയും കൂട്ടിയാണ് നമുക്ക് രാവിലെ അമ്മ ഭക്ഷണം എന്നുള്ളത്. ഓക്കെ. കണക്ട് ചെയ്തോ? അങ്ങനെ എങ്ങാണോ ഒന്ന് കണക്ട് ചെയ്താൽ കിട്ടും. അയല IIT ഡൽഹി എന്നുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ,
വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ട് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ക്ലിനിക്കൽ ട്രയൽ ഓഫ് ആൻ അഡ്വാൻസ് ബ്രെയിൻ സ്റ്റെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയാൽ അതുകൊണ്ട് ഈ ഒരു ഇമേജ് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതൊരു വെസലാണ്, ഒരു ബ്രെയിനിലുള്ള ഒരു വെസലാണ്. അപ്പോൾ ഈ വെസലിൽ കണ്ടില്ലേ ഫാക്റ്റൊക്കെ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇതൊരു വെസലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോ ചെയ്യുമോ? ഇല്ല, ബ്ലഡ് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെറ്റൽ ഒരു ട്യൂബ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ എൻലാർജ് ചെയ്യിപ്പിക്കും. എൻലാർജ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ വലുതായി വരുമ്പോൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാക്റ്റും മറ്റ് സാധനങ്ങളും പുറത്തേക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് പോകുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ ആ പാസേജ് ഫ്രീ ആവും. അങ്ങനെ വീണ്ടും ബ്ലഡ് ഫ്ലോ വീണ്ടും പുനഃസ്ഥാപിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെന്തിനാണ് ഇത്രയും പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ ഒന്നാമത് ബ്രെയിനിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ബ്രെയിനിലെ മുഴുവൻ വെസലിലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണോ? വേണ്ട. എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്കിനെ നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. ആ ബ്ലോക്കുള്ള ആ പർട്ടിക്കുലർ സ്ഥലം മാത്രം, നമുക്കൊരു എയിം വേണം അല്ലേ? ആ ഒരു എയിമിങ് പോയിൻ്റ് മാത്രം നമുക്ക് എടുത്താൽ മതി. ഞാനത് പറയാൻ കാരണം അത് ഫസ്റ്റ് ക്ലിനിക്കൽ ട്രയൽ നടത്തിയത് എയിംസ് ഡൽഹിയിലാണ്. അപ്പോൾ എയിംസ് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ തന്നെ ഇതൊരു നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ആദ്യം നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരിക എയിംസ് തന്നെ ആയിരിക്കും. ജസ്റ്റ് കോഡ് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നതെന്ന് അറിയാം, കാരണം ഞാൻ പറഞ്ഞല്ലോ 108ഓളം പേജുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് ഓൾറെഡി ഒരു വട്ടം മുന്നേ PDF നോക്കിയതായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ കോഡുകളും അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാമെന്ന് തോന്നിയത്. അല്ലെങ്കിൽ നമുക്കിത് വായിച്ച് സമയം എടുക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വായിക്കുമ്പം വളരെ യൂസ്ഫുൾ ആയിരിക്കും. യെസ്, ഇന്ത്യാസ് ലാർജസ്റ്റ് ലിഥിയം അയൺ ബാറ്ററി ഗിഗാ ഫാക്ടറി വിൽ ബി സെറ്റപ്പ് ഇൻ വെയർ. ഓക്കെ, അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി, നമ്മൾ ഈ ബാറ്ററിയൊക്കെ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിലാണെങ്കിലും മറ്റ് എക്യുപ്മെൻറ്റ്സിലാണെങ്കിലും എവിടെയാണ്? പുറത്താണോ അകത്താണോ? ബാറ്ററിയൊക്കെ നമ്മൾ അകത്തല്ലേ വെക്കുക. അപ്പോൾ ഞാനത് പറയാൻ കാരണം ഓക്കെ, ഞാൻ ഇനി തൊട്ട് ഇതിൻ്റെ ആൻസറും കാണിക്കാതെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്നതാണോ എന്നും കൂടെ ചെക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ആന്ധ്രാപ്രദേശ് അകത്തെ പ്രദേശത്തായിരിക്കും. അങ്ങനെ ആലോചിച്ച് നോക്കിയേ, ലിഥിയം അയൺ ബാറ്ററി ആന്ധ്രാപ്രദേശ്, അകത്ത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കി വെക്കണം. അതുപോലെ അതിൻ്റെ കപ്പാസിറ്റി 16 GW. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യസ് പ്രൊപ്പോസ്ഡ് ന്യൂ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ടു ബി കംപ്ലീറ്റഡ് ഇൻ 2032. ഇപ്പോൾ 2032 കംപ്ലീറ്റ് ചെയ്യുന്ന അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ്റെ പേരേതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് മൈത്രി 2 ആണ്. അപ്പോൾ അതൊന്ന് എഴുതി നോക്കുമ്പോഴേ മൈത്രി 2 32 2032 കണ്ടോ? കിട്ടിയോ? അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് മാത്രമാണോ നമുക്ക് മൈത്രി 2 മാത്രമാണോ നമ്മുടെ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ? അല്ല, അത് അടുത്ത പേര് കൊടുത്തിട്ടുണ്ട്. ദക്ഷിണ ഗംഗോത്രി ഉണ്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൈത്രി ഉണ്ട്, അതുപോലെ ഭാരതിയുണ്ട്. ഇത് 3 നമ്മുടെ അന്റാർട്ടിക് റിസർച്ച് സെൻറ്റേഴ്സ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വായിച്ചോളൂ കേട്ടോ. അടുത്ത പേജ് നോക്കാം. ബീഹാർസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ബീഹാറിൻ്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്നാണ്. അത് ഇനാഗുറേറ്റ് ചെയ്തത് IIT പാട്നയിലാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ബീഹാർ വരുമ്പോൾ അവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പേര് ഇതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചല്ല, ഞാൻ വിചാരിച്ചാണ് കാണിക്കേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പരംരുദ്രയാണ്. അപ്പോൾ രുദ്ര ബീഹാറിൽ മാത്രമല്ല, പൂനെയിലും ഡൽഹിയിലും ഒക്കെ അത് ഓരോ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മളത് ഇനി വരുന്ന പേജിൽ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ അത് അന്നേരം വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക, രുദ്ര ബീഹാറിലും രുദ്രഭാവം. മറ്റേ റൂഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആരും വെച്ചോണ്ടിരിക്കത്തില്ല, ബൈ പറഞ്ഞ് വിടും എന്നാലോചിച്ചാലും മതി. ഇപ്പം ബീഹാറിൽ ലോഞ്ച് ചെയ്ത ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുദ്ര കിട്ടണമല്ലോ. അപ്പോൾ വളരെ റൂഡാണ് പെരുമാറ്റമെങ്കിൽ ബൈ പറഞ്ഞ് വിടും എന്നാലോചിച്ച് കഴിഞ്ഞാൽ ബീഹാറിൽ രുദ്ര എന്നുള്ളത് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് 1.0 GHz 64-bit ഡ്യുവൽ കോർ ഇൻഡിജിനസ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഡിജിനസ് മൈക്രോ പ്രോസസ്സർ 64-bit ഡ്യുവൽ കോറിൻ്റെ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ധ്രുവ് 64 ആണ്. ധ്രുവ് 64. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കോഡ് വെച്ച് പഠിക്കാം? അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു മൈക്രോ പ്രോസസ്സർ ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ വിദൂരത്തുള്ള ഒരു സ്വപ്നമാണെന്ന് മറ്റ് രാജ്യക്കാർക്ക് തോന്നാം അല്ലേ? ആ ദൂരം എന്നുള്ളത് വെച്ച് ധ്രുവ് അല്ലെങ്കിൽ ധ്രുവത്തിലുള്ള അത്രയും ദൂരെയാണെന്നുള്ളത് ആലോചിച്ചാലും ധ്രുവം എന്നുള്ളതിൽ നിന്ന് നമുക്ക് ധ്രുവ് 64 എന്നുള്ളത് കിട്ടും. ഓക്കെ, പക്ഷേ ഇതൊരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇൻഡിജിനസ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാലും ഇത് എന്താണ്? മൾട്ടി പർപ്പസാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധ്രുവ് 64 അല്ല ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ് മൈക്രോ പ്രോസസ്സർ, ബട്ട് അത് മൾട്ടി പർപ്പസ്
മൈക്രോ പ്രോസസ്സർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്രുവാണ്. പക്ഷേ സ്പെസിഫിക് യൂസസിന് വേണ്ടിയിട്ട് ഇതിന് മുമ്പും മൈക്രോ പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശക്തി ഫോർ ഡിഫെൻസിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ശക്തി, അങ്ങനെ ആലോചിച്ച് നോക്ക്. അതുപോലെ അജിത്ത് ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് റോബോട്ടിക്സ്, IT സെക്ടർ അല്ലേ, അപ്പോൾ അത് ITനകത്തുണ്ടല്ലോ. അതുപോലെ വിക്രം ഒബ്വിയസ്ലി സ്പേസ് മിഷൻസ് ആയിരിക്കും, കാരണം വിക്രം S ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ PDF തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം നമ്മളെപ്പോഴും സ്പേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കേൾക്കുക. അതുപോലെ മറ്റൊന്നാണ് തേജസ് 64, അത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വർഷം 2025 ആയതുകൊണ്ടും അത് ഇറക്കിയത് ആരാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വായിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കോഡ് മാത്രം പറഞ്ഞ് പോകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് ക്വാണ്ടം ഡയമണ്ട് മൈക്രോസ്കോപ്പ്, QDM, ക്വാണ്ടം ഡയമണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇതെങ്ങനെ കോഡ് വെച്ച് പഠിക്കാം? ക്വാണ്ടം എന്നുള്ളത് ക്വാണ്ടം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്സ്, അപ്പോൾ ഈ മാത്സൊക്കെ ഇപ്പോൾ ടൈമറൊക്കെ ഉണ്ട് SSC ആണെങ്കിലൊക്കെ. അപ്പോൾ ഈ ക്വാണ്ടം ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേടിയാണ്. ഒരു ബോംബ് ഉള്ളി വെച്ച ഫീലാണ്, ബോംബ് അത്രയും ഫിയർ അല്ലെങ്കിൽ പാനിക്, ആ ഒരു കാര്യമായിട്ട് വേണം. ഞാൻ ഇന്നത്തോട്ട് IIT ബോംബെ കണ്ടെത്തിയ ഇത് ഒരിക്കലും അങ്ങനെയല്ല, പക്ഷേ എൻ്റെ കോഡ് അങ്ങനെ ആയിരിക്കും. ബോംബെ ഞാൻ പറയാൻ പരമാവധി പാനിക് അല്ലെങ്കിൽ ഫിയർ എന്നുള്ള ഒരു സാധനത്തിലോട്ടായിരിക്കും ഞാൻ എത്തിക്കുന്നത്. അതുപോലെ മദ്രാസൊക്കെ ആണെങ്കിൽ ഒരു മാഡ് എന്നുള്ള ഒരു കാര്യം, ഒരു വട്ട് പിടിപ്പിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാണ്ടം എന്നുള്ളത് വെച്ച് മാത്സ് പേടിപ്പിക്കുന്നു, അതുകൊണ്ട് IIT ബോംബെ, അതാണ് ആൻസർ വരുന്നത്, IIT ബോംബെ. ഓക്കെ അല്ലേ? കോഡ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നമുക്ക് അടുത്ത് നോക്കാം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, പക്ഷേ എന്നാലേ നമുക്ക് തീരത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ, ഒന്നും കൂടെയൊക്കെ അല്ലെങ്കിൽ കാണുക, അല്ലെങ്കിൽ PDF അവൈലബിൾ ആണ്. യെസ്, ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് ഐലൻഡ്, വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ റെസിസ്റ്റൻ്റ് ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് ഐലൻഡ് ഏത് കൺട്രിയാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ആൻസർ വരുന്നത്. കിട്ടിയോ നിങ്ങൾക്ക്? ആൻസർ വരുന്നത് ചൈനയാണ്. അപ്പോൾ അതെങ്ങനെ ഓർത്ത് വെക്കും? കണ്ടോ, ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് ഐലൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതൊരു മെയിൻലി ന്യൂക്ലിയർ റെസിസ്റ്റൻറ്റ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഡീപ് സീ റിസർച്ച് ഫെസിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നമുക്കിതിനെ മീൻ പിടിക്കാനാണെന്ന് വിചാരിക്കാം, കാരണം നമ്മുടെ മറ്റേ ചീന വലയുണ്ടല്ലോ, മീൻ പിടിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചീന വല എന്നുള്ള കോഡിലോട്ട് എത്തിക്കാൻ പറ്റിയാൽ, കണ്ടത് ഇവിടെ മറ്റേ ലോഡ് എടുക്കുന്ന സാധനം, അതിന് മീൻ പിടിക്കുന്നത് മറ്റേ ചീന വലയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കാനാണ് ഇങ്ങനൊരു സാധനം ചെയ്തത് എന്നാലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്തത്, വിച്ച് AI ടൂൾ ഹാസ് ബീൻ ഡെവലപ്ഡ് ഫോർ ടു പ്രെഡിക്റ്റ് ദ ക്യാൻസർ ബിഹേവിയർ. അപ്പോൾ ക്യാൻസറിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ AI ടൂൾ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ അത് ആൻസർ ഓങ്കോമാർക്ക് എന്നുള്ളതാണ്. ഓങ്കോളജി ഈസ് റിലേറ്റഡ് ടു ക്യാൻസർ, എല്ലാവർക്കും അറിയാം. ഓങ്കോമാർക്ക്, അപ്പോൾ ക്യാൻസറെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഓങ്കോമാർക്ക് ആയിരിക്കണം എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൈന അച്ചീവ്സ് ഫസ്റ്റ് എവർ തോറിയം യുറേനിയം ഫ്യൂൽ കൺവേർഷൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ടർ? ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. തോറിയത്തിൽ നിന്നും യുറേനിയം ഫ്യൂവലിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് റിയാക്ടറിലാണ് ഇത് അച്ചീവ് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ വരുന്നത് തോറിയം മോൾട്ടൻ സോൾട്ട് റിയാക്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഈ റിയാക്ടറിൻ്റെ കൂടെ കിടക്കുന്ന മോൾട്ടൻ സോൾട്ട് എന്നുള്ളതായിരിക്കും അവിടെ ഉപയോഗിക്കുന്ന കൂളൻ്റ്. അപ്പോൾ കൂളൻറ്റിൻ്റെ പേരിലായിരിക്കും മിക്കപ്പോഴും ആ റിയാക്ടറിൻ്റെ പേരറിയപ്പെടുക. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അഡ്വാൻസ് ഹെവി വാട്ടർ റിയാക്ടർ എന്നുള്ളത്. അപ്പോൾ അവിടെ അത്തരം റിയാക്ടേഴ്സ്, നമ്മുടെ ഇന്ത്യയുടെ അഡ്വാൻസ് ഹെവി വാട്ടർ റിയാക്ടേഴ്സിൽ ഹെവി വാട്ടറാണ് അവിടെ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് വന്നത്. ഹെവി വാട്ടർ എന്ന് പറയുമ്പം ഡ്യൂറ്റീരിയം ഡയോക്സൈഡ് D2O. അപ്പോൾ അതറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഫാക്ടർ കൂടെ ഓർത്ത് വെച്ചേക്കുക. വേൾഡ് ലാർജസ്റ്റ് റിസർവ് ഓഫ് തോറിയം ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ അതറിയാമോ നിങ്ങൾക്ക്? എന്താണ്ട് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. ഓക്കെ, ഇവിടെ ഒരു പേജ് ഉണ്ടല്ലോ, ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് മോദിയൊക്കെ ഡിക്ലെയർ ചെയ്തിരുന്നു, എന്താണ് നമ്മുടെ എന്തായിരുന്നു അത്? പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്തു എന്നും പറഞ്ഞ് പത്രത്തിലും TV-യിലും വാർത്തയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ അതും കൂടെ ഒന്ന് പറയാം. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, ഓക്കെ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ആവുന്നത്?
കാരണം ഇതിനകത്ത് മെയിൻലി ന്യൂട്രോൺസിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് ആവുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് ബ്രീഡർ ആവുന്നത്? യെസ്, നമ്മൾ വാഹനങ്ങളിൽ നമ്മൾ പെട്രോൾ ഒഴിക്കുന്നു, ഡീസൽ ഒഴിക്കുന്നു. അപ്പോൾ നമ്മൾ അടിച്ച ഡീസലിന് അല്ലെങ്കിൽ പെട്രോളിനനുസരിച്ചുള്ള എനർജി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. ആ ഫ്യൂവൽ പിന്നീട് വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അടിച്ച ഫ്യൂവൽ തീർന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം റിയാക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫ്യൂവലിനേക്കാൾ കൂടുതൽ ഫ്യൂവൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. വിശ്വസിക്കാൻ പാട് കാണും, പക്ഷേ ഇത്തരം റിയാക്ടേഴ്സിൻ്റെ പ്രത്യേകത ഇതാണ്. അതുകൊണ്ടാണ് ഇതിനെ ബ്രീഡ് ചെയ്ത് കൂടുതൽ ഫ്യൂവൽ നമുക്ക് അടുത്ത സ്റ്റേജസിലേക്ക്, അടുത്ത ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് കൊടുക്കാൻ പാകത്തിനുള്ള ഫ്യൂവലാക്കി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് നമ്മൾ സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്തു. അതുകൊണ്ടാണ് അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടാണ് അതിനെ ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്തു എന്നും പറഞ്ഞ് അന്ന് പത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ എങ്ങനെയാണിതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ലെന്ത് ഇച്ചിരി കൂടി പോകുമായിരിക്കും, പക്ഷേ കുഴപ്പമില്ല, നമുക്കതും കൂടെ പറഞ്ഞു പോകാം. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ യുറേനിയം, പ്ലൂട്ടോണിയം, മെറ്റൽ ഓക്സൈഡാണ്. അല്ലാതെ നമ്മുടെ പെട്രോളും ഡീസലും ഒന്നും അല്ലല്ലോ. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്ന ഫ്യൂവലാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും മെറ്റൽ ഓക്സൈഡ് എന്നുള്ളത് MOX എന്നായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്യൂവലാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂവലിന് ചുറ്റും മെയിൻലി ഒരു ബ്ലാങ്കറ്റ് പോലെ യുറേനിയം 238 ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഒരു ബ്ലാങ്കറ്റ്, ഇപ്പോൾ ജസ്റ്റ് സപ്പോസ് ഇതാണ് അതിൻ്റെ MOX എങ്കിൽ, ഫ്യൂവലെങ്കിൽ ഇതിന് ചുറ്റും ഒരു ബ്ലാങ്കറ്റ് പോലെ യുറേനിയം 238 നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ടർ ഓൺ ചെയ്തു. അപ്പോൾ ഇത് ഫ്യൂവൽ ബേണായി, ഫ്യൂവൽ ഹീറ്റാകുമ്പം എന്ത് സംഭവിക്കും? ഈ യുറേനിയത്തിന്, ഈ ബ്ലാങ്കറ്റിന് ട്രാൻസ്മിഷൻ സംഭവിച്ച് എന്തായിട്ട് മാറും? പ്ലൂട്ടോണിയം 239 എന്ന ഫോമിലേക്ക്, പ്ലൂട്ടോണിയം PU എന്നാണ് കേട്ടോ പറയുക, പ്ലൂട്ടോണിയം 239 എന്ന ഫോമിലേക്ക് മാറും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മിക്സ് അതല്ലേ, യുറേനിയം, പ്ലൂട്ടോണിയം, മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഫ്യൂവൽ. അപ്പോൾ വീണ്ടും മോർ ഫ്യൂവൽ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് തോറിയം 232 നമ്മൾ ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് ഇതേപോലെ ചേഞ്ച് സംഭവിച്ച് എന്തായിട്ട് മാറും? തോറിയം നമുക്ക് യുറേനിയം 233 ആയിട്ട് മാറും. ഈ യുറേനിയം 233 ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, തോറിയത്തെ യുറേനിയം 233 ആക്കിയാണ് ചൈനക്കാർ മോൾട്ടൻ സാൾട്ട് റിയാക്ടർ ഉപയോഗിച്ച് മാറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? തോറിയത്തെ യുറേനിയം ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ഇല്ലേ, ഇതിലും ചെയ്യുന്നത് തോറിയത്തെ എന്താക്കി മാറ്റുകയാണ്? യുറേനിയം ആക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തോറിയം റിസർവ്സ് ഉള്ളതും ഇന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിലും ഉണ്ട്. മോണോസൈറ്റിൽ നിന്ന് നമുക്ക് തോറിയം, നമ്മുടെ കൊല്ലം, കേരള അറിയില്ലേ, കൊല്ലത്തൊക്കെ അവിടെ ടൈറ്റാനിയം ഫാക്ടറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ അറ്റോമിക് നമ്പറൊക്കെ ഒന്ന് നോക്കി വെച്ചൊക്കെ നല്ലതാട്ടോ. തോറിയം 90, യുറേനിയം 92, അതുപോലെ പ്ലൂട്ടോണിയം PU എന്നാണ് പറയുക, പ്ലൂട്ടോണിയം 94. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ കാര്യം കൂടെ, ഇതിനകത്ത് നമ്മൾ ഏതാണ് ഇതിൻ്റെ കൂളൻ്റ് എന്ന് പറഞ്ഞില്ലല്ലോ. കൂളൻറ്റും ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൂളൻറ്റ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന കൂളൻറ്റ് ലിക്വിഡ് സോഡിയം. അത് വളരെ ഹൈലി റിയാക്റ്റീവാണ്, ബട്ട് നമ്മളതാണ് ഉപയോഗിക്കുന്നത്. യെസ്. വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് CAR-T സെൽ തെറാപ്പി? CAR-T. ഇപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ 2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്, അതിനകത്ത് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. CAR-T സെൽ തെറാപ്പി നെക്സ്കാർ എന്നുള്ളത് നമ്മൾ അന്നേരം പറഞ്ഞത്, നെക്സ എന്നുള്ള കാറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കാറ്, നെക്സ അങ്ങനെ ആലോചിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് ബാക്കി ഇതൊക്കെ വായിച്ചോണേ. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക്. ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കാത്ത ആരും കാണത്തില്ല അല്ലേ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ വീക്കായിട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ ഫിറ്റാവും. നമ്മുടെ ആൻസർ ഫിത്രോമൈസിൻ, ഫിറ്റ് അത് കിട്ടണം നമുക്ക്. ഇത് ഡെവലപ്പ് ചെയ്തത് ഹാർഡ് ഫിറ്റാവുക, ഹാർഡാവുക, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഒരു ക്ലൂ ആണല്ലോ, നമ്മൾ അതാണല്ലോ ഇത് പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക്
ക്ലൂ പറഞ്ഞു പോകാമെന്നുള്ള വീഡിയോ ആണല്ലോ ഇത്. യെസ്. അടുത്ത വിച്ച് കമ്പനി ഹാസ് ലോഞ്ച്ഡ് ന്യൂ കമ്പ്യൂട്ടർ ചിപ്പ് കാൾഡ് അയൺവുഡ്. ഓക്കെ, നമ്മൾ വീട്ടിലൊക്കെ ഓരോന്ന് പണിയുമ്പം നമ്മൾ അയൺ വെച്ച് പണിയാറുണ്ട്. ഇരുമ്പിൻ്റെ ആയിക്കോട്ടെ, കതകും ജനലും ഒക്കെ, അല്ലെങ്കിൽ വുഡിൻ്റെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അയൺവുഡ്. അപ്പോൾ എന്താണ് ഒരു സംശയം വരും, അയൺവുഡ്. അപ്പോൾ പണ്ടുള്ള ആളുകൾ വീടൊക്കെ പണിയുമ്പോൾ അയൺവുഡ് എന്താണ് സാധനം എന്നൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നേരെ പോയി എങ്ങോട്ടാണ് സെർച്ച് ചെയ്യുക? പണ്ടുള്ളവരാകുമ്പോൾ നേരെ ആദ്യമേ ഗൂഗിളിലായിരിക്കും സെർച്ച് ചെയ്യുക അല്ലേ. ഇപ്പോഴല്ലേ ചാറ്റ് GPT അതും ഇതൊക്കെ വന്നത് കൂടുതൽ. ഇപ്പം വീടൊക്കെ പണിയുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷന് ഗൂഗിളാണ് കേട്ടോ. ഗൂഗിളിൻ്റെ എന്താണത്, കഥക് പണിയുന്ന സാധനമാണോ അത്? അല്ല, ന്യൂ കമ്പ്യൂട്ടർ ചിപ്പാണ് അയൺവുഡ് എന്ന് പറയുന്നത്. 7th ജനറേഷൻ ടെൻസർ പ്രോസസ്സിങ് യൂണിറ്റ് ആണത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ വായിച്ചോളുക. ഇന്ത്യ ഫസ്റ്റ് മെയ്ഡ് ഭാരത് 32-bit മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് വിക്രം 3201 എന്നുള്ളതാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, കൽപ്പന, അതും ഇതിൻ്റെ കൂടെ പറയാറുണ്ട്, കൽപ്പന 3201 എന്നുള്ളത്. അപ്പോൾ 32-bit എന്നുള്ളത് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ 32 എന്നുള്ളത് അങ്ങനെ കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ PDF പറഞ്ഞിട്ടുമുണ്ട് ഇത്. ഓക്കെ. ഇന്ത്യസ് ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റീവ് ഓങ്കോളജി റിസർച്ച് ആൻഡ് കെയർ സെൻറ്റർ. ഓങ്കോളജി ഇസ് റിലേറ്റഡ് ടു ക്യാൻസർ ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഓങ്കോളജിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മുടെ മോഡേൺ ക്യാൻസർ കെയർ ഉണ്ടല്ലോ, അതിലേക്ക് ആയുർവേദയും യോഗയൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി വിദേശികളൊക്കെ എത്തും. ഇപ്പോൾ ആയുർവേദ ചികിത്സയുണ്ട്, പിഴിച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ കേരള ചിന്തിക്കരുത്, വിദേശികൾ കൂടുതൽ എത്തി എവിടെയാണ് ഉഴിച്ചിലിനൊക്കെ പോവുക, ഗോവയിലല്ലേ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനത് പറയാൻ കാരണം നമുക്ക് ഗോവയാണ് ആൻസർ വരുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ വരുന്നത് ഗോവയിലാണ്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റീവ് ഓങ്കോളജി ആൻഡ് റിസർച്ച് കെയർ ഓപ്പൺ ചെയ്തത്. അങ്ങനെ കിട്ടണം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഡെവലപ്ഡ് mRNA ബേസ്ഡ് ക്യാൻസർ വാക്സിൻ നെയ്മഡ് എൻഡർ ഉള്ളിലേക്ക് കടക്കുക, എൻഡർ. അപ്പോൾ അത് വെച്ച് നമുക്ക് കിട്ടണം എൻഡർ. ഇപ്പം റഷ്യയാണ് ആൻസർ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ വരിയായിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാലും അത് മിക്സായിട്ടങ്ങ് പോകും അല്ലേ. ഇപ്പോൾ എൻ്റർ എന്നാലോചിക്കുക. കല്യാണത്തിനൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പം, സദ്യ കഴിക്കാൻ പോകുമ്പം ഉണ്ടാകുന്ന ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഇതങ്ങ് കിട്ടിക്കോളും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസൊക്കെ വായിച്ചോളുക. റൈബോസോംസ് അതെല്ലാം നോക്കിക്കോളുക കേട്ടോ. വിച്ച് IIT ഡെവലപ്ഡ് റിംഗ് 1 ഫോർ പേയ്മെൻറ്റ്സ് ആൻഡ് ഹെൽത്ത് ട്രാക്കിംഗ്. ഇപ്പം റിംഗ് 1 ഒരു റിംഗ് ഇതാ കാണിക്കുന്നുണ്ടല്ലോ, റിംഗ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി IIT മദ്രാസ് ആണ് കേട്ടോ. IIT മദ്രാസ്. ഇതെങ്ങനെ കോഡിൽ ഓർത്ത് വെക്കും? ഓക്കെ, ഒരു റിംഗ് ഒക്കെ ഇട്ട്, ഒരു ഇടിവള അല്ലെങ്കിൽ ഒരു മോതിരം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മാഡായിട്ടുള്ളൊരു ഇത് തോന്നും. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇടിവള വെച്ചിടിക്കുന്നത്, മോതിരം വെച്ചിടിക്കുന്നതൊക്കെ പല സിനിമയിലുണ്ടല്ലോ. വിജയ് സേതുപതിയൊക്കെ മോതിരം വെച്ചൊക്കെ ഇടിക്കുന്നത് ഓർമ്മയില്ലേ? അപ്പോൾ ഒരു മാഡ് സിറ്റുവേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് റിങ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, റിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ മാഡായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ആലോചിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് അടുത്ത. ഇന്ത്യസ് ഫസ്റ്റ് സെമികണ്ടക്ടർ ഇന്നൊവേഷൻ മ്യൂസിയം, സിം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഹൈദരാബാദാണ് വരുന്നത്. ഹൈദരാബാദ് എന്നുള്ളത് നമുക്ക് ഹൈഡ് എന്നെടുക്കാം, ഹൈഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മളൊരു ഫോണിനകത്ത് സിമ്മൊക്കെ ഉള്ളിലല്ലേ വെക്കുക, ഇങ്ങനെ അകത്ത് വെക്കുക, ഹൈദരാബാദ് അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. സിം എന്നുള്ളത് സെമികണ്ടക്ടർ ഇന്നൊവേഷൻ മ്യൂസിയമാണ്. മ്യൂസിയത്തിലും നമ്മൾ പാത്താണ് വെക്കുക. സാധനങ്ങളൊക്കെ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ മ്യൂസിയത്തിൽ വളരെ ഹൈഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ സൂക്ഷിച്ചായിരിക്കും വെക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, വിച്ച് കൺട്രി ബിക്കേം ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ടു എലിമിനേറ്റ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിഫിലിസ്. അപ്പോൾ മദറിൽ നിന്നും ചൈൽഡിലേക്ക് ഇങ്ങനെ ഓരോ അതിൻ്റെ ട്രാൻസ്മിഷൻ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ ട്രാൻസ്മിഷൻ തടയുന്ന ആദ്യത്തെ കൺട്രി ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക്. അപ്പോൾ അതൊരു ഒരു മാല പോലെ, ഒരു ചെയിൻ പോലെ ഇങ്ങനെ കിടക്കുമല്ലേ, ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കണക്ട് ചെയ്ത്. അപ്പോൾ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക്. അപ്പോൾ അതിനെ നമുക്ക് ആ മാല പോലെ എന്ന് പറയാൻ കാരണം എനിക്ക് ആ മാൽഡീവ്സ് കിട്ടണം, മാല എന്നുള്ളതിൽ നിന്നേ. അപ്പോൾ ആ മാല അതങ്ങ് ബ്രേക്ക് ചെയ്യണം. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് ഇത്തരം ഡിസീസസ് വരാതിരിക്കണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ എയ്ഡ്സ് അതൊക്കെ
വൈറൽ ഡിസീസസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് അത് വൈറൽ ഡിസീസസ് ആണ്. സിഫിലിസ് പക്ഷേ ബാക്ടീരിയലാണ്. നമ്മൾ ഈ എയ്ഡ്സിൻ്റെ അല്ലെങ്കിൽ മറ്റേ വൈറൽ ഡിസീസസിൻ്റെയൊക്കെ കോഡ് നമ്മുടെ ട്രിക്സിൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട്. അത് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ട്രിക്ക് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. ഓർമ്മയുണ്ടോ DYSP MHക്ക് ഹൈഡ്രോഫോബിയ എന്നുള്ളത്? കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. ഓക്കെ. വിച്ച് സ്റ്റേറ്റ് ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ട്രൈബൽ ജീനോം സീക്വൻസിങ് പ്രോജക്റ്റ്? ട്രൈബൽ ജീനോം സീക്വൻസിങ് എന്താണെന്നുള്ളത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അന്നേരം നമുക്ക് പറയാം. അപ്പോൾ ഇത് ട്രൈബൽ ജീനോം സീക്വൻസിങ് പ്രോജക്റ്റ് ഗുജറാത്താണ്. എനിക്ക് നല്ലൊരു കോഡ് കിട്ടിയില്ല, ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഇനി എന്ത് പറഞ്ഞ് ഒപ്പിക്കുന്നില്ല. യെസ്. ഹൂ ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ലേണിംഗ് ആക്സിലേറ്റർ? ഇപ്പോൾ ലേണിംഗ് ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ ടീച്ചർമാരായാലും എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് തരും, പിള്ളേരെന്ത് ചെയ്യുന്നത്, ജസ്റ്റ് അതേപോലെ എടുത്ത് ChatGPTക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. OpenAIക്ക് ഇട്ട് കൊടുക്കും. കറക്റ്റ് അത് തന്നെയാണ് സാധനം. ടീച്ചിങ് ആൻഡ് ലേണിങ്ങിന് വേണ്ടിയിട്ട് അത് എൻഹാൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് AI ടൂൾ ലൈക്ക് ChatGPT. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അത് ഏതാണ് അതിൻ്റെ ChatGPTയുടെ കമ്പനി? OpenAI. ജസ്റ്റ് ഡയറക്റ്റ് അതേ സാധനം തന്നെ ചോദിച്ചിരിക്കുകയാണ്. OpenAI. അതുപോലെ IIT മദ്രാസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പേരൻസിനൊക്കെ ഇത് കാണുമ്പം വളരെ മാഡായിട്ട് തോന്നും. എന്നാലോചിച്ച് നോക്കുമോ? ഓക്കെ. ഇന്ത്യ ഡിസ്കവേർഡ് ദ വേൾഡ്. ഒരു സെക്കൻഡേ. ഓക്കെ. ഇന്ത്യ ഡിസ്കവേർഡ് ദ വേൾഡ്സ് റെയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് CRIB ഇൻ വിച്ച് സ്റ്റേറ്റ്? അതിൽ ആ B എന്നുള്ളത് ബാംഗ്ലൂർ എന്നുള്ളതാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോമർ ഇന്ത്യ ബാംഗ്ലൂരു. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കർണാടകയിൽ നിന്ന് കിട്ടും. പക്ഷേ അത് വേണ്ട. മറ്റേ സിനിമയിൽ പറയുന്നില്ല, എന്തായിരുന്നു ഡയലോഗ്? ഇൻഡസെൻ്റ് പറയുന്ന ഡയലോഗ്, ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ. എൻ്റെ അച്ഛൻ കർണാടകക്കാരി, എൻ്റെ അമ്മ കർണാടകക്കാരി, കർണാടക എല്ലാവരും കർണാടകയാണെങ്കിൽ, നമ്മുടെ ബന്ധം മൊത്തം കർണാടകയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയറായിരിക്കും. ഞാനത് പറയാൻ കാരണം കർണാടക കിട്ടണം. മനസ്സിലായോ? എല്ലാവരും കർണാടകക്കാരാകുമ്പം ബ്ലഡ് ഗ്രൂപ്പിന് പോലും ഒരു റെയർ സാധനമായിരിക്കും എന്നാലോചിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങ് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ ഓർമ്മ വന്നേ, ഞാൻ വേറെ എന്തോ ആയിരുന്നു നേരത്തെ വായിച്ചപ്പോൾ ഓർത്ത് വെച്ചിരുന്നത്, അതിപ്പോൾ ഓർമ്മയില്ല. ഓക്കെ. റീസെൻ്റ്ലി WHO ഹാസ് ക്ലാസിഫൈഡ് ഹെപ്പറ്റൈറ്റിസ് ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് ക്യാൻസർ കോസിംഗ് എന്ന് WHO മാർക്ക് ചെയ്തതെന്നാണ് ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് D ആണ് ആൻസർ വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് D. ഓക്കെ. അപ്പോൾ അത് അതിനൊരു കോഡ് ഒന്നും ഓർമ്മയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഹെപ്പറ്റൈറ്റിസ് D, ക്യാൻസർ D. ഓക്കെ. ഇപ്പോൾ ഞാൻ ആലോചിച്ചില്ല, പിന്നെ കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ അന്നേരം സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു. യെസ്. വിച്ച് കൺട്രി ഹാസ് ബീൻ ഡിക്ലെയർഡ് ഫ്രീ ഓഫ് സ്ലീപ്പിംഗ് സിക്നസ് ബൈ WHO? സ്ലീപ്പിംഗ് സിക്നസ് 10ാമത്തെ രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ വരുന്നത് കെന്നിൽ നിന്ന് 10 എന്നാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് 10th കൺട്രി ഏതാണെന്നുള്ളത് സുഖമായിട്ട് കിട്ടും. കെന്യ. ഓക്കെ. കണ്ണ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ണിലോട്ട് എത്തിക്കാം. കണ്ണ് പറയാൻ കാരണം സ്ലീപ്പിങ്, ഉറങ്ങിയില്ലെങ്കിൽ കണ്ണൊക്കെ പഴുത്തിങ്ങനെ ഇരിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ. കെന്യ സ്ലീപ്പിംഗ് സിക്നസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കെന്യ എന്നുള്ളതും 10th കൺട്രി ടു എലിമിനേറ്റ് എന്നുള്ളതും കിട്ടണം. പിന്നെ അതിൻ്റെ പേരൊക്കെ ഹ്യൂമൻ ആഫ്രിക്കൻ ഇത് കിട്ടുമല്ലോ, ട്രിപ്പാനോസോമിയാസിസ്, മറ്റേ ഇത് അസുഖം, അങ്ങനെ ഓർത്താൽ മതി. സോമിനിയാംബുലിസം. ഇന്ത്യാസ് ഫസ്റ്റ് ആനിമൽ സ്റ്റെം സെൽ ബയോബാങ്ക് ഏത് മിനിസ്റ്ററാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ്? ഒബ്വിയസ്ലി നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്റർ ആയിരിക്കുമല്ലോ. ഓപ്ഷൻ A ജിതേന്ദ്ര സിംഗ്. പക്ഷേ അത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ആനിമൽ സ്റ്റെം സെൽ ബയോബാങ്ക് വരുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ബയോടെക്നോളജി അവിടെയാണ്. അപ്പോൾ ഹൈദരാബാദിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പഠിക്കണോ, ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ പഠിക്കാം. നമ്മുടെ ആനിമൽ സെല്ലെന്നൊക്കെ പറയുന്നത് വളരെ, അല്ലെങ്കിൽ എര വെച്ച് പഠിക്കാം. മണ്ണിര. ഞാൻ പണ്ട് മണ്ണിര വെച്ചായിരുന്നു ഹൈദരാബാദ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആനിമലാണെന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് വെച്ചാൽ കിട്ടും. അങ്ങനെ ആലോചിക്കാമല്ലോ. യെസ്. വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡ്രോൺ AI പവേർഡ് ആർട്ടിഫിഷ്യൽ റെയിൻ? ആർട്ടിഫിഷ്യലി റെയിൻ നമ്മൾ മഴ പെയ്യിക്കുകയാണ്. അങ്ങനെ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ പോർ ചെയ്യുന്നു അല്ലേ? മഴ പോർ ചെയ്യുന്നു എന്നല്ലേ പറയുക? പോർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് ഇല്ല, വരണ്ട് കിടക്കുന്ന മരുഭൂമിയിലൊക്കെ മഴ പെയ്യുമ്പോൾ.
ജയ് വിളിക്കും എല്ലാവരും. ജയ് പോർ ചെയ്യുമ്പോൾ ജയ് വിളിക്കും. ജസ്റ്റ് ജയ്പൂർ അത് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞു വന്നത്. ഓക്കെ. വിച്ച് കൺട്രീസ് സഫ്രാൻ ഗ്രൂപ്പ് ഹാസ് പാർട്ട്നേർഡ്? ഓക്കെ, അത് ആ പേരിൽ തന്നെ ഉണ്ട്. സഫ്രാൻ എന്നുള്ളതിനകത്തുനിന്ന് ഫ്രാൻ എന്നുള്ളത് എടുത്താൽ ഫ്രാൻസ്. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തതാണ്, പറഞ്ഞതാണ്. യെസ്. ഓക്കെ. നെയിം ഓഫ് ദി AI മോഡൽ ഡെവലപ്ഡ് ബൈ നാസ ആൻഡ് IBM. IBM എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലേ? യെസ്. അതും നാസയും കൂടെ ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്ത AI മോഡൽ ഏതാണെന്നുള്ളതാണ്. ടു പ്രെഡിക്റ്റ് സോളാർ സ്റ്റോംസ്. അത് മാത്രം കിട്ടിയ ആൻസർ കിട്ടും. സോളാർ, സൂര്യ. അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. നാസയുടെ ഫുൾ ഫോം അറിയാവോ? നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനാണ്. ഏജൻസി അല്ല, അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ. ഇൻ വിച്ച് IIT ഹാസ് ദി തെർമൽ റിസർച്ച് സെൻറ്റർ ഹാസ് ബീൻ ലോഞ്ച്ഡ്? ഓക്കെ. അപ്പോൾ ASROയുടെ ചെയർമാൻ V നാരായണനാണ് തെർമൽ റിസർച്ച് സെൻറ്റർ ലോഞ്ച് ചെയ്തത്. അത് എവിടെയാണെന്നാണ് ചോദ്യം. തെർമൽ എന്ന് പറയുമ്പോൾ ചൂട് വരുമ്പോഴേ നമ്മുടെ മറ്റേ സിനിമ പാണ്ടിപ്പട സിനിമയ്ക്കകത്ത് ഓർമ്മയുണ്ടോ? അടിയിൽ നിന്ന് ചൂട് കൊടുക്കും. അന്നേരം ഹരിശ്രീ അശോകൻ ചാടുന്ന കണ്ടിട്ടുണ്ടോ? ഞാനത് പറഞ്ഞത് ഒരു മാഡ് സിറ്റുവേഷനിലോട്ട് പോകും. മദ്രാസ്, IIT മദ്രാസ്. നമ്മളിങ്ങനെ ചാടുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വരും. ഞാൻ ആ തെർമലിൽ നിന്ന് ഇത് കണക്ട് ചെയ്ത രീതി ആലോചിച്ച് നോക്കേണ്ടത്. വേറെ നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. തെർമൽ റിസർച്ച് സെൻറ്റർ മദ്രാസ്, IIT മദ്രാസ്. ഓക്കെ. ഇവിടെ വരെ പറഞ്ഞല്ലോ. ഫസ്റ്റ് എവർ പോളാർ റിസർച്ച് വെസൽ ഇൻ കൊളാബറേഷൻ വിത്ത് വിച്ച് കൺട്രി? പോളാർ റിസർച്ച് വെസൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഫോട്ടോ നോക്കിയേ. പോളാറിൽ നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ടൊരു വെസലും കൊണ്ട് ഇറങ്ങിയേക്കുക. പക്ഷേ നോക്കിയേ, മുന്നിലും പുറകിലും മൊത്തം തടസ്സങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒരു വഴി വെട്ടി വേണം നമ്മൾ പോകാൻ. നേരെയുള്ള വഴി, വഴി വെട്ടി വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർവേയും കൂടെ സഹായത്തിന് വിളിച്ച്. അപ്പം ഇന്ത്യയുടെ പോളാർ റിസർച്ച് വെസൽ ഏത് കൺട്രിയുമായിട്ടാണ്? ഇന്ത്യയും നോർവേയും തമ്മിലാണെന്ന് ആലോചിക്കണം കേട്ടോ. യെസ്. ഫസ്റ്റ് എവർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓക്കെ. അണ്ടർ 20,000 crore ന്യൂക്ലിയർ എനർജി മിഷൻ. അപ്പോൾ ഇത് വരുന്നത് ബീഹാറാണ് ആൻസർ വരുന്നത്. ബീഹാറിൻ്റെ ഫസ്റ്റ് സ്മോൾ മോഡുലാർ റിയാക്ടർ. അപ്പോൾ ബീഹാർ പണ്ട് കാലത്ത് നമ്മൾ ബീഹാർ എന്ന് കേൾക്കുമ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആ ഒരു തോട്ടല്ലേ. ഇപ്പം നല്ല മാറ്റമുണ്ട്, എന്നാലും അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ടറൊക്കെ വരുമ്പോൾ ഒരു ചെറിയ സാധനം ആദ്യമേ ഇറക്കി വിടുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സ്മോൾ മോഡുലാർ റിയാക്ടർ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സാധനമാണ് വന്നത്. ഓക്കെ. അതുപോലെ യൂണിയൻ പവർ മിനിസ്റ്ററിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കണം. മനോഹർ ലാൽ ഖത്തർ. പവർ ഉണ്ടെങ്കിലേ മനോഹരമായിട്ട് കത്തി നിൽക്കത്തുള്ളൂ ബൾബൊക്കെ. ഓക്കെ അല്ലേ? അടുത്ത്, ഇന്ത്യ സൈൻഡ് 131 million ഡീൽ വിത്ത് വിച്ച് കൺട്രി ടു അക്വയർ ഹ്വാക്ക് I-360 സർവൈലൻസ് ടെക്നോളജി? ഹ്വാക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷിയല്ല, മറ്റേ കഴുകനോ അങ്ങനെയല്ലേ ഹ്വാക്ക്. അതുപോലെ വരുന്നത് ഇങ്ങനെ ആൻസർ വരുന്നത് USA ആണ്. USAയുടെ സ്റ്റേറ്റ് എംബ്ലം നോക്കിയാൽ ഒരു ഈഗിളാണ്, ബാൾഡ് ഈഗിളാണ്. അതേപോലെയൊക്കെ വരുന്ന ഒരു സാധനമല്ലേ ഹ്വാക്ക്. അപ്പോൾ അതിങ്ങനെ ഒരു മാരിടൈം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചുറ്റി പറക്കും അല്ലേ. അപ്പോൾ അതാണ് സാധനം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാധനമാണത്, ഹ്വാക്ക് I-360 എന്നുള്ളത്. ഫോർ മാരിടൈം സർവൈലൻസ് ഇൻ ഇൻഡോ പസഫിക് റീജിയൻ. ഇപ്പോൾ USA ഞാനത് നമ്മളത് എങ്ങനെ കണക്ട് ചെയ്തത്? ഹ്വാക്ക് എന്നുള്ളതിൽ നിന്ന്, ഹ്വാക്കിൽ നിന്ന് ഞാൻ ഈഗിളിനെ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് USA ഓർക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് ഈഗിൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം USA ആണ് വരുന്നത്. ഞാൻ അങ്ങനെയാണത് കണക്ട് ചെയ്തത്. ഓക്കെ. വിച്ച് കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് 3 nanometer ചിപ്പ് ഡിസൈൻ സെൻറ്റേഴ്സ് ഇൻ നോയിഡ ആൻഡ് ബാംഗ്ലൂരു? ഇതിൻ്റെയും കോഡ് എനിക്ക് കിട്ടിയില്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റെനിസാസ് ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ്. നല്ല കോഡ് കിട്ടുവാണെങ്കിൽ പറയണേ. റെനിസാസ് ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വായിച്ചും കൂടി. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോന്ന് അറിയില്ല. യശോദ AI ഇനിഷ്യേറ്റീവ് ടു എൻഹാൻസ് വുമൺസ് AI ആൻഡ് സൈബർ സെക്യൂരിറ്റി സ്കിൽസ്. അപ്പോൾ ഇത് വുമണിൻ്റെതാണ്, അല്ലെങ്കിൽ പേരിൽ നിന്ന് തന്നെ ഒരു വുമൺ എന്നുള്ള സാധനം കിട്ടുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം ആൻസറിലോട്ട് എത്താം. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ് ഇത് ലോഞ്ച് ചെയ്തത്, യശോദ AI എന്നുള്ളത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കുക. 1992 സാറ്റുട്ടറി ബോഡി ആയിട്ടാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നോക്കുക. ഓക്കെ. ഫസ്റ്റ് നോൺ ഹ്യൂമൻ ടു ബി സക്സസ്ഫുള്ളി ട്രീറ്റഡ് യൂസിങ് കസ്റ്റം ജീൻ എഡിറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്.
ഇനി അങ്ങോട്ട് കുറേ നേരം നമ്മൾ ഈ ജീൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കും. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലസ്റ്റേർഡ് റെഗുലർ ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് എന്നുള്ള ക്രിസ്പർ എന്നുള്ള സാധനം അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി അങ്ങോട്ട് പലപ്പോഴും അത് കേൾക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഒരു ജീൻ എഡിറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സക്സസ്ഫുള്ളി ട്രീറ്റ് ചെയ്ത ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് കൈൽ KJ മുൾഡോൺ ജൂനിയർ എന്നുള്ളതാണ്. അപ്പോൾ കയ്യിലെന്ന് ഉള്ളത് നമുക്ക് എടുക്കാം. കയ്യിൽ ഇപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു പോയത് നമ്മൾ തിരിച്ചു പിടിച്ചു, കയ്യിലൊതുക്കി, കയ്യിൽ പിടിച്ചു എന്നുള്ളതിൽ നിന്ന് കൈ കിട്ടണം. കൈ എന്നുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ ഒതുക്കി, കണ്ടോ, കയ്യിൽ എന്തൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ പിടിച്ചു, ഈ ജീവിതം തിരിച്ച് കണ്ടല്ലേ, ആ ഒരു ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ പിടിച്ചു, തിരിച്ചു പിടിച്ചു എന്നുള്ളതിൽ നിന്ന് കയ്യിൽ നിന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുമെന്ന് അറിയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. 9 month ഓൾഡ് ബോയ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. പുള്ളിയുടെ ആ മോൻ്റെ ഡിസീസസ് ഒക്കെ ഇവിടെ ഡിസോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ലോഞ്ച്ഡ് വേൾഡ് ഹയസ്റ്റ് റെസൊല്യൂഷൻ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം വിത്ത് 6 kilometer ഗ്രിഡ്. അപ്പോൾ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണ്. അത് ഇന്ത്യയുടെ ആയിരിക്കും. എന്താണ് അതിൻ്റെ ചോദ്യം, എന്താണ്? അതിന് ഹയസ്റ്റ് റെസൊല്യൂഷനുള്ള ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അത് നമ്മുടെ ഇന്ത്യയുടെ കേട്ടോ. പിന്നെ നമുക്ക് ഇത് പഠിച്ചു നോക്കാം. ആർക്ക സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെതർ ഒരു ഇവൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി, അപ്പോൾ ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു കൺട്രിയിൽ ഓഷ്യനുണ്ട്, അതുപോലെ മല പ്രദേശങ്ങളുണ്ട്, അപ്പോൾ ആർക്ക് വേണമെങ്കിലും പണി കിട്ടാം. അപ്പോൾ ആർക്കാണ് നോക്കേണ്ടത്, ആർക്കാണ് ഈ വട്ടം കെയർ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മുൻകൂട്ടി കാണുവാണ്, ഫോർകാസ്റ്റ് ചെയ്യുവാണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറും ആർക്കാണെന്നുള്ള ഡിസൈഡ് ചെയ്യാനാണല്ലോ. അപ്പോൾ ആർക്ക അങ്ങനെ കിട്ടുന്നുണ്ടോ? ആർക്ക. ഓക്കെ, അപ്പോൾ അത് പൂനെയിലാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. പൂനെ ഒരു പന്നക്കാര്യമല്ലേ ഇങ്ങനൊരു ഒരു വെതർ ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലഡോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ അത് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. ഓക്കെ, ഹൂ ഡെവലപ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ജീനോം എഡിറ്റഡ് റൈസ് വെറൈറ്റീസ്? അപ്പോൾ അത് റൈസിൻ്റെ 2 വെറൈറ്റീസ് ആണ്. DRR ദൻ 100 അല്ലെങ്കിൽ കമല എന്ന പേരിലും, അതുപോലെ പുസ DST റൈസ് 1 എന്നുള്ള പേരിലും. ഇപ്പോൾ കമല, ഈ 2 പേര് നമുക്ക് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ അത് ഐക്കറാണ് അത് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കണം. അപ്പോൾ അരിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അരി ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, അതിന് കറിയും വേണം. ആദ്യം കിടക്കട്ടെ, കറിയും വേണമെന്ന് വെച്ചാൽ ഐക്കർ എന്നുള്ളത് കിട്ടും. അപ്പോൾ അതിൻ്റെ 2 കമലയും പുസയും എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. കണ്ടതുകൊണ്ട് ഇവിടെയും ജീൻ വന്നു. ജീനോം എഡിറ്റിംഗ് വരുമ്പം ഇനി തൊട്ട് നമ്മൾ ഈ ഒരു ക്രിസ്പർ എന്നുള്ളത് കേൾക്കും. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്പർ എന്നുള്ളത് കേൾക്കുമെന്ന്. യെസ്, ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. ക്വാണ്ടം, നമ്മൾ നേരത്തെ ഒരു ക്വാണ്ട് കണ്ടായിരുന്നു, അന്നേരം ടെൻഷൻ കണ്ടായിരുന്നു, പേടി കണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജാണ്. ഇവിടെ നമുക്ക് പേടിയുമായിട്ട് കണക്ട് ചെയ്യാം. പേടിച്ച് അല്ലെങ്കിൽ മരിക്കും, മര കണ്ടോ, ക്വാണ്ടം പേടിച്ച് മരിച്ചു എന്നുള്ള ഓർത്താൽ അമരാവതി അല്ലെങ്കിൽ വധിച്ചു, എല്ലാം പേടിയാണ്. വധിക്കപ്പെടുക, പേടിക്കുക, അങ്ങനെയൊന്ന് കണക്ട് ചെയ്ത് കിട്ടത്തില്ലേ നമുക്ക്. ഇപ്പോഴല്ല, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ അമരാവതി ഓപ്ഷനിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഓപ്ഷനിലുണ്ടെങ്കിൽ അന്നേരമായിരിക്കും നമുക്ക് ഈസിയായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. വിച്ച് സ്റ്റേറ്റ് 2025 ആഫ്രിക്കൻ സ്വിൻ ഫീവർ ഔട്ട്ബ്രേക്ക് കിൽ ഓവർ 3,000 pigs. ഇപ്പോൾ 3000 പന്നികളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആഫ്രിക്കൻ സ്വിൻ ഫീവർ എന്ന് പറയുമ്പം H1N1 ആണോ അത് H5N1 ആയിരുന്നോ? അല്ല, H1N1. അപ്പോൾ അത് എവിടെയാണ് അഫക്റ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അത് മിസോറാമാണ് ആൻസർ വരുന്നത്. അവിടുത്തെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അവിടെ 3000-ഓളം പന്നികളുടെ മരണത്തിന് കാരണമായി, പിഗ്സിൻ്റെ മരണത്തിന് കാരണമായി അല്ലേ. അപ്പോൾ പിഗ്സ് അതുവരെ ഉണ്ടായിരുന്ന പിഗ്സ് അവിടുന്ന് കാണാതെ മിസ്സായിപ്പോയി. കണ്ടോ, മിസ്സായിപ്പോയി എന്നാലോചിച്ചാൽ മിസോറാം കിട്ടും. ഓക്കെ, കൊളോസൽ ബയോസയൻസസ് ഹാസ് ക്ലെയിംഡ് ടു സക്സസ്ഫുള്ളി റിവൈവ് വിച്ച് എക്സ്റ്റിൻറ്റ് ആനിമൽ. ഓക്കെ, നേരത്തെ എക്സ്റ്റിൻ്റ് ആയി പോയ ഒരു ആനിമലിനെ നമ്മൾ വീണ്ടും റിവൈവ് ചെയ്തെടുത്തു. അത് ചെയ്തെടുത്തത് കൊളോസൽ ബയോസയൻസസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഏത് ആനിമലിനെയാണ്? ആൻസർ ഡയർ വോൾഫ്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയണം അല്ലേ, എല്ലാവരും അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉറക്കെ വിളിച്ചു കൂവണം.
അങ്ങനെ ഉറക്കെ വിളിച്ച് കൂവാൻ വേണ്ടി പറ്റുന്ന ഒരു മൃഗത്തെ തന്നെയാണ്, എക്സ്റ്റിൻ്റ് ആയി പോയ മൃഗത്തെ തന്നെയാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത്. അതിന് വേണ്ടിയിട്ടാണ് വൂൾഫിനെ തിരഞ്ഞെടുത്തതെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി. ഡയർ വൂൾഫിനെ നമ്മൾ തിരിച്ചു കൊണ്ടു. 13,000 വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലാതായിപ്പോയ ഡയർ വൂൾഫിനെ നമ്മൾ കൊളോസൽ ബയോസയൻസസ് തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെയും കണ്ടോ ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് വരുമ്പോൾ ഈ ഒരു പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് ഫസ്റ്റ് 3D പ്രിൻറ്റഡ് ട്രെയിൻ സ്റ്റേഷൻ. അത് ജപ്പാൻ്റെതാണ്. ജപ്പാനാണ് അങ്ങനെ ഒരു 3D പ്രിൻറ്റഡ് സ്റ്റേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കിൻ്റെ കോഡൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടപ്പോൾ ഒരു പാനിൻ്റെ പോലെ എനിക്കിങ്ങനെ തോന്നി. പാനൊക്കെ 3D പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഒരു പാനൊക്കെ 3D പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3D പ്രിൻറ്റഡ് ട്രെയിൻ സ്റ്റേഷനാണ് കേട്ടോ. ഓക്കെ, അത് സ്റ്റേഷൻ്റെ പേരിനകത്തൊരു ഹാറ്റുണ്ട്. ഹാറ്റ് തിരിച്ചിട്ട പാൻ പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വിക്രം 3201 ആൻഡ് കൽപ്പന. അന്നേരം ഞാൻ കൽപ്പനയുടെ കാര്യം പറഞ്ഞിരുന്നു. കൽപ്പന 3201 ഹൈ സ്പീഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ഡെവലപ്ഡ് ബൈ ഇസ്രോ. ഓൾറെഡി പറഞ്ഞ കാര്യമാണത്. 32 ബിറ്റിൻ്റെ മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. വേൾഡ് ഫസ്റ്റ് സൂപ്പർ സോളിഡ്സ് ഫ്രം ലൈറ്റ്. വാട്ട്സ് എ പ്രൈമറി മെറ്റീരിയൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ദ വേൾഡ്സ് ഫസ്റ്റ് സൂപ്പർ സോളിഡ് ഫ്രം ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സൂപ്പർ സോളിഡ് ഉണ്ടാക്കണം. എന്താണ് ഈ സൂപ്പർ സോളിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതൊരു സോളിഡിൻ്റെയും അതുപോലെ സൂപ്പർ ഫ്ലൂയിഡ്സിൻ്റെയും ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഇവിടെ സോളിഡായി, ഫ്ലൂയിഡായി, സോളിഡ് ലിക്വിഡുമായി, ഇനി ഒരെണ്ണത്തിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ അത് വരുന്നതാണ് നമ്മുടെ ആൻസർ, ഗ്യാസ്. ഗാലിയം ആർസനൈഡ് എന്നുള്ളതാണ്. ഇപ്പോൾ ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ സൂപ്പർ സോളിഡ്സ് ലൈറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ നമ്മളിതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? സൂപ്പർ സോളിഡ് എന്നുള്ളതിനകത്ത് നമുക്ക് സോളിഡും ഉണ്ട്, സൂപ്പർ ലിക്വിഡ്, സൂപ്പർ ഫ്ലൂയിഡ്സും ഉണ്ട്. അപ്പോൾ രണ്ടുമായി, സോളിഡുമായി ലിക്വിഡുമായി. ഇനി വേണ്ടുന്ന പ്രൈമറി മെറ്റീരിയൽ ഏതാണ്? ഗ്യാസാണ്, ഗാലിയം ആർസനൈഡാണ്. അങ്ങനെ ആലോചിക്കണം, എന്നാലേ നമുക്കിത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ അല്ലാതെ ഓർത്ത് വെക്കുന്ന വലിയ പാടാട്ടോ. ഇങ്ങനെ കോഡ് വെച്ചാകുമ്പോൾ വളരെ എളുപ്പം. നമ്മൾ ഇത്രയും നേരം നമ്മൾ കോഡ് വെച്ച് തമാശ രൂപത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അല്ലാതെ പഠിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ 50 ഞാനിത് വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തീർന്നതാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒത്തിരി സ്പീഡിലും അല്ല, എന്നാൽ ഞാൻ പെട്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെയർ ഹാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഓക്കെ, ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ കൊണ്ടുവന്നു. അത് വരുന്നത് എയിംസ് ഡൽഹിയിലാണ്. അത് ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ എയിംസ് ഡൽഹിയിലാണ്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്ത് കണ്ടോ CSIR നിസ്റ്റ് ട്രിവാൻഡ്രം, തിരുവനന്തപുരത്തുള്ള CSIRൻ്റെ നിസ്റ്റിലാണത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. നമുക്ക് ഇതുപോലെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് മെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ഇച്ചിരി മുന്നിൽ ശ്രദ്ധിക്കുമല്ലോ. എന്നാലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾക്കവിടെ ഒരു എഡ്ജ് ഉണ്ടെന്ന് ആലോചിച്ചാൽ CSIRലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരിക്കും അത് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ അല്ലെങ്കിൽ എർത്ത് മിനിസ്റ്ററൊക്കെ ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അടുത്തത്, വിച്ച് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം കവച് മൾട്ടി ലെയർഡ് ക്ലോത്തിങ് സിസ്റ്റം. ഹിം കവച്, അപ്പം ഹിമപ്രദേശത്തേക്ക്, തണുപ്പുള്ള പ്രദേശത്തേക്ക് പോകുമ്പോൾ ഒരു കവചം വേണം. അപ്പോൾ അങ്ങനെ കവചമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അത്ര പ്രിയപ്പെട്ടവരായിരിക്കും, നമുക്ക് ഡിയർ ആയിട്ടുള്ളവരായിരിക്കും. ഞാനിത് പറയാൻ കാരണം DRDO ആണ് ഹിം കവച് എന്ന് പറയുന്ന ക്ലോത്തിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. DRDO 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ വേരിയേഷനിലും ഈ നമ്മുടെ ആർമി പേഴ്സൺസിനെ, മിലിറ്ററി പേഴ്സൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഹിം കവച് അങ്ങനൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ഡിയർ ആയിട്ടുള്ളവരായിരിക്കണം. ആലോചിച്ച് നോക്കിയാൽ മതി. അടുത്തത്, ഓക്കെ, എൻ്റെ സൗണ്ട്, എനിക്ക് തൊണ്ടവേദന ഉണ്ടായിട്ടാണ് സൗണ്ട് കുറച്ച് ഇടയ്ക്ക് സ്ലോ ആയി പോകുന്നത് കേട്ടോ. ഞാൻ പിന്നെ എടുത്ത് പൊക്കി കൊണ്ടുവരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലല്ലോ. വിച്ച് കൺട്രി ഹാസ് ഡെവലപ്ഡ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ഹൈഡ്രജൻ ട്രെയിൻ എൻജിൻ. അപ്പം അത് നമുക്ക് സ്വന്തമാണ്. വേൾഡ് മോസ്റ്റ് പവർഫുൾ ഹൈഡ്രജൻ ട്രെയിൻ എൻജിൻ നമ്മൾ ജിന്ദ് മുതൽ സോനിപ്പത്ത് വരെയുള്ള റൂട്ടിൽ, ഹരിയാനയിലെ ജിന്ദ് ടു സോനിപ്പത്ത് റൂട്ടിൽ നമ്മൾ ട്രയൽ റണ്ണൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത് റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്. അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മുടേതാണെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി. ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിനെ, പവർഫുൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിൻ നമ്മൾ ട്രയൽ റണ്ണൊക്കെ നടത്തി. വിച്ച് IIT ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക്. നമുക്കൊരു IIT ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കോഡ് വെച്ച് പിടിക്കണം. ലൂപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും
അവന് ഭ്രാന്ത് പിടിക്കും, അവന് മാഡായിട്ട് പോകും. IIT മദ്രാസ് കിട്ടിയോ? സാധനം കിട്ടിയോ? റെയിൽവേ ഉണ്ട്. പ്രത്യേകിച്ച് റെയിൽവേയുടെ എന്നുള്ളത് ആ ഹൈപ്പർ ലൂപ്പ് എന്നുള്ള ട്രാക്ക് എന്നുള്ളത് വെച്ച് കിട്ടുമായിരിക്കും. ഹൈപ്പർ ലൂപ്പ് പ്രത്യേകിച്ച് ഇവിടെ കിട്ടേണ്ടത് ലൂപ്പ്. ഒരു ലൂപ്പിലകപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും എന്ത് ചെയ്യും? അവൻ മാഡാവും. IIT മദ്രാസ്. നമ്മളത് കണക്ട് ചെയ്യുന്നുണ്ടോ? യെസ്. ഇന്ത്യാസ് ഫസ്റ്റ് AI യൂണിവേഴ്സിറ്റി. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ മുമ്പ് പറഞ്ഞതാണ്. AI യൂണിവേഴ്സിറ്റി ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് മഹാരാഷ്ട്രയാണ് ആൻസർ. നമ്മൾ അന്നേരം പറഞ്ഞ കോഡ് മഹാരാഷ്ട്ര. നമ്മൾ എന്തെങ്കിലും മഹത്തായ കാര്യത്തെ നമ്മൾ അൽ എന്നൊക്കെ പറയാറുണ്ട്. AI അൽ എന്നൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അൽ യൂണിവേഴ്സിറ്റി, അവൻ ഇന്ന യൂണിവേഴ്സിറ്റി അവൻ അൽ യൂണിവേഴ്സിറ്റി പഠിച്ചവനാണ്. അവൻ ഭയങ്കര മഹാനാണ് എന്ന് പറയത്തില്ല. അവൻ അൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവൻ മഹാനാണ്. അപ്പോൾ അല്ലെന്നുള്ളത് ഞാൻ AI എന്നുള്ളതിനെ ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ അത് നമ്മൾ അന്നേരം അങ്ങനെയായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ആയുർവേദിക് ഡയഗ്നോസ്റ്റിക് ഡിവൈസ്? ഇതും ആ PDF പറഞ്ഞ കാര്യമായിരുന്നു. നാഡീ തരംഗിണി. ഇതേ PDF ഇതിൻ്റെ ഇതേ ഫോട്ടോ തന്നെയായിരുന്നു അത്. നാഡീ തരംഗിണി. ഓക്കെ. വേർ വാസ് ഫസ്റ്റ് ഹ്യൂമൻ ഡെത്ത് ഡ്യൂ ടു H5N1 ബേർഡ് ഫ്ലൂ? യെസ്, നമ്മൾ നേരത്തെ ഒരു സ്വിൻ ഫ്ലൂവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു H1N1 ആണത്. ബേർഡ് ഫ്ലൂ വരുമ്പോൾ H5N1 ആണ്. പക്ഷേ ചോദ്യം H5N1 ബാധിച്ച് മരിച്ചുപോയ ഫസ്റ്റ് ഹ്യൂമൻ ഡെത്ത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ചോദ്യം. അതിൽ USA ലൂസിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. US ആണ് ആൻസർ വരുന്നത്. അപ്പം മരിച്ചുപോയത് നമ്മളിലൊരാളാണ്, ഹ്യൂമൻ ആണ്. അപ്പം നമ്മളിലൊരാളാണ് മരിച്ചുപോയത്. ഇപ്പോൾ US. ഓക്കെ, നമ്മളിലൊരാളാണ് നഷ്ടപ്പെട്ടു പോയത്, ലോസ്റ്റ് ചെയ്ത് പോയത്. ഓക്കെ, അതിൽ നിന്ന് ലൂസിയാന എന്നുള്ള സാധനം കിട്ടും. ഞാൻ പരമാവധി സൈഡിലത്തെ ബോക്സും പറഞ്ഞു പോകുന്നുണ്ടല്ലേ. ഓക്കെ. ഇസ്രോ അൺവീൽഡ് ഫീസ്റ്റ് 2025 സോഫ്റ്റ്വെയർ അറ്റ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ഇസ്രോയുടെ സാധാരണ ലക്ഷ്യം എന്താണ്? അവർ റോക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, സാറ്റലൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, അതിനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫീസ്റ്റ് 2025 എന്നുള്ളത് സോഫ്റ്റ്വെയർ ആണ്. യെസ്, പക്ഷേ നമുക്കിതിനൊരു ഫീസ്റ്റ്, ഒരു ഉത്സവമായിട്ട് കണക്ട് ചെയ്യാം, ഒരു ആഘോഷമായിട്ട് കണക്ട് ചെയ്യാം. ഇസ്രോ ഒരു ഫീസ്റ്റ് നടത്തുന്നു. അപ്പോൾ അത് അങ്ങനെ അവരുടെ ജോലി വേറെ, അവർ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്വം വേറെയാണ്. പക്ഷെ അവർ ഫീസ്റ്റ് നടത്തുമ്പോൾ അത് എങ്ങനെയാണ്? പബ്ലിക്കായിട്ട് നടത്തുമോ? ഇല്ല, ഹൈഡായിട്ട് നടത്തും. എൻ്റെ ഹൈഡിലോട്ട് ഞാൻ എത്തിച്ചതാണ്. IIT ഹൈദരാബാദ്. ഓക്കെ അല്ലേ? IIT ഹൈദരാബാദ്. ഫീസ്റ്റ് എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഇസ്രോയുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് തന്നെ പറയാം നമ്മൾ. കാരണം ഇനിയുള്ള ഗഗൻയാൻ മിഷൻ, അതുപോലെ നമ്മുടെ അന്തരീക്ഷ സ്റ്റേഷൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അതുപോലെ ഇനി വരുന്ന നെക്സ്റ്റ് ജനറേഷൻ വെഹിക്കിൾസിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫീസ്റ്റ് എന്നുള്ളത്. അതിൻ്റെ ഫുൾ ഫോം ഒക്കെ നോക്കി വെച്ചേക്കണം. ഓക്കെ, നമുക്കിവിടെ എന്ത് മതി? ഫീസ്റ്റ് ഹൈഡായിട്ട് നടത്തുന്നു എന്നാലോചിച്ചാൽ മതി. ഓക്കെ. വേൾഡ് ഫസ്റ്റ് കങ്കാരു എംബ്രിയോ ഓപ്ഷനിൽ ഓസ്ട്രേലിയ ഉണ്ടെങ്കിൽ കങ്കാരു ഓസ്ട്രേലിയ എന്നുള്ളത് ഒബ്വിയസ്ലി കിട്ടും. അപ്പോൾ അവർക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഹൂ അൺവീൽഡ് ഗ്രോക്ക് 3 അഡ്വാൻസ്ഡ് AI ചാറ്റ് ബോട്ട്? ഗ്രോക്ക് 3 നമുക്കറിയാമായിരിക്കുമല്ലോ. ഗ്രോക്ക് നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്ന, ട്വിറ്ററൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതാരുടെയാണ്? എലോൺ മസ്കിൻ്റെ ആണ്. ഓക്കെ. XAI എന്ന് പറയുന്ന അതാണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യമുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വൈറസ് ഈസ് ഹ്യൂമൻ മെറ്റാന്യൂമോണിയ വൈറസ്? RNA വൈറസ് ആണെന്നാണ് ചോദ്യം. RNA ഹ്യൂമൻ ന്യൂമോണിയോ PVR എന്നുള്ളത് നമ്മൾ PVR സിനിമാസിലൊക്കെ പോയി ഇഷ്ടംപോലെ വട്ടം പടമൊക്കെ കണ്ടിട്ടുണ്ടാവും. PVR. ഇപ്പോൾ PVR എന്നുള്ളതെന്ന് ആലോചിച്ച് വെച്ചാൽ PV ന്യൂമോണോ വൈറസ് RNA എന്നും കിട്ടിക്കോളും. ഇനി തൊട്ട് PVR നമുക്ക് എന്തുവാ? ന്യൂമോണോ വൈറസ് RNA. നമ്മുടെ മറ്റേ PVR അല്ല, ന്യൂമോണോ വൈറസ് RNA ആണ്. ഓക്കെ. HM ഒക്കെ നമ്മൾ PVR പോയപ്പോൾ നമ്മളെ പിടിച്ചു. പടം കാണാൻ പോയതാണ്. പനിയാണെന്ന് കള്ളം പറഞ്ഞിട്ട് പടം കാണാൻ പോയപ്പോൾ നമ്മളെ HM പിടിച്ചു. നമ്മുടെ സിംറ്റമാണ് കോമൺ കോൾഡ്. അതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ചൈനയ്ക്ക് ശേഷം ഇന്ത്യയിലാണ് ഈ ഒരു വൈറസിനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നോക്കുക. ഓക്കെ, ഞാൻ ഒരു വെള്ളം കുടിച്ചിട്ട്. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഈസ് ഗിലിയൻ ബേരി സിൻഡ്രം? GBS. ഇതൊരു നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. അതെങ്ങനെ കണക്ട് ചെയ്യും? നമുക്ക് GB പെർ സെക്കൻഡ് നമുക്ക് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആവും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നെറ്റൊന്നും ഇല്ലെങ്കിൽ
വീട്ടിൽ പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അപ്പോൾ അതിൽ നിന്ന് നെർവസ് സിസ്റ്റം ഒന്ന് കണക്ട് ചെയ്താൽ മതി, GB നിന്ന് നെർവ് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്നുള്ളത് കിട്ടിക്കോളും. സത്യേന്ദ്രനാഥ് ബോസ് ഓസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ വെയർ. ഓക്കെ, അപ്പോൾ ഇതൊരു ഒബ്സർവേറ്ററിയാണ്, ഇതൊരു ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ പേര് സത്യേന്ദ്രനാഥ് ബോസ്. സത്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ആകാശത്തേക്ക് ആകാശത്തിലെ ആസ്ട്രോണമിക്കൽ സാധനങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷൻ ഒക്കെ നോക്കി ഇന്ന ഡയറക്ഷനിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ഒബ്സർവേറ്ററി കൊണ്ടുവെക്കാൻ നേരം ആ സ്റ്റേറ്റിൻ്റെ പേരിലും കൂടെ ഒരു ഡയറക്ഷൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ വെക്കുന്നതല്ലേ പെർഫെക്റ്റ്. ഞാനത് പറയാൻ കാരണം നമുക്ക് വെസ്റ്റ് ബംഗാൾ കിട്ടണം. ആ സ്റ്റേറ്റിൻ്റെ പേരിലൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ ഒബ്സർവേറ്ററി അവിടെ കൊണ്ട് വെക്കാം. പേരിൽ തന്നെ ഒരു ഒരു ഡയറക്ഷൻ ഉള്ളിടത്ത് കൊണ്ടുവെക്കാം. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിക്കോളും. ഓപ്ഷൻ സി ആണ് ആൻസർ, വെസ്റ്റ് ബംഗാൾ. വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ഇലക്ട്രിക് എയർ ടാക്സി? എയറിലൂടെ പോകുന്ന ടാക്സികൾ. അപ്പോൾ അത് ശൂന്യാകാശത്തൂടാണ് പോകുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശൂന്യ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അത് ഇലക്ട്രിക് വെഹിക്കിൾ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എന്നുള്ള eVTOL എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള സർള ഏവിയേഷൻ, എയറില്ല എന്ന് പറയത്തില്ലേ, ശൂന്യാകാശത്താണ് മൊത്തം, ഇനി എയറില്ല. അതൊരു ഇലക്ട്രിക് എയർ ടാക്സിയാണ്. അപ്പോൾ അത് ഇനി മൊത്തം എയറിലായിരിക്കും. നേരത്തെ ഒരു ആർക്ക പഠിച്ച് ഓർമ്മയുണ്ടോ? ആർക്ക സോഫ്റ്റ്വെയർ. ആർക്കാണ് അപകടം വരുന്നതെന്ന് അറിയണം. അപ്പോൾ അത് വെതർ ഫോർകാസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. കണ്ടോ, കിട്ടുന്നുണ്ടോ? ഇതാണ് ആ കോഡിൻ്റെ ഗുണം. ആർക്കാന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റിയാൽ മതി. ഓക്കെ, വിച്ച് സ്റ്റേറ്റ് അൺവീൽഡ് ദ 1000 acres സ്വിഫ്റ്റ് സിറ്റി പ്ലാൻ ഇൻ സർജാപൂർ? സ്വിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം സ്വിഫ്റ്റ് കാറാണ് വരിക. കാറ് പറഞ്ഞാൽ തന്നെ എനിക്ക് ആൻസറായി. കാറിൽ നിന്ന് കർണാടക കിട്ടിയാൽ മതി, ആൻസറായി. വളരെ എളുപ്പം. സ്വിഫ്റ്റ് എന്നുള്ളത് സ്റ്റാർട്ടപ്പ്, വർക്ക് സ്പേസ്, ഇന്നോവേഷൻ, അതൊക്കെ വായിച്ചോണം കേട്ടോ. എൻ്റെ ഫുൾ ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബാംഗ്ലൂരിലാണ്, സർജാപൂരിലാണ്, കർണാടകയിലാണെന്നൊക്കെയുള്ള കാര്യം ഓർത്ത് വെക്കുക. വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ആൻറ്റി പെസ്റ്റിസൈഡ് സ്യൂട്ട് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ഫാർമേഴ്സ് ഹെൽത്ത്? ഇപ്പം ഫാർമേഴ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള, ഹെൽത്ത് സംരക്ഷിക്കുന്നതിനുള്ള സ്യൂട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു പേരാണ് ഇട്ടത്. കിസാനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കിസാനിന് കവച് കൊടുക്കുക, കിസാൻ കവച്. ഫാർമേഴ്സിനായതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു പേരാണ് കൊടുത്തതെന്ന് ആലോചിച്ചാലും കിട്ടും. അപ്പോൾ അത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗാണ് ലോഞ്ച് ചെയ്തത്. പുള്ളി തന്നെയാണ് എർത്ത് സയൻസിൻ്റെയും മിനിസ്റ്റർ എന്നുള്ള കാര്യമൊക്കെ അറിയാം. 4000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. വേർ ഹാസ് ഇന്ത്യ സെറ്റപ്പ് ഇറ്റ്സ് ഫസ്റ്റ് ഡയബറ്റിക്സ് ബയോബാങ്ക്? ഓക്കെ, നമ്മളിപ്പോൾ സപ്പോസ് ഡയബറ്റിക്സ് ഉണ്ടെന്ന് നമുക്ക് കാണുകയാണ്, അല്ലെങ്കിൽ അങ്ങനൊരു സ്ഥിരീകരിക്കാം. ഡയബറ്റിക്സ് ഉണ്ട്, നിനക്ക് ഡയബറ്റിക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഇനി നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ നമുക്കിനി വേണ്ടാന്ന് ചിലതൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ എന്നാവും നമ്മൾ, ചെന്നൈ. അത് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ ഡയബറ്റിക്സ് ഒക്കെ കണ്ട അയ്യോ ഇനി ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ചെന്നൈ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ചെന്നൈ. അടുത്തത്, സ്പേസ് ടെക്നോളജി ഫേം ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് AI ലാബ് ഇൻ സ്പേസ്. അപ്പോൾ ആകാശത്ത് കൊണ്ടുപോയി, സ്പേസിൽ കൊണ്ടുപോയി നമ്മളൊരു AI ലാബ് വെക്കാൻ പോവാം. അങ്ങനെ കൊണ്ടുവെക്കാൻ പോവുകയാണെങ്കിൽ ടേക്ക് മീ ടു സ്പേസ്, എന്നെയും കൂടെ സ്പേസിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഓൾറെഡി അവിടെ ഒരു AI ലാബ് വെച്ചു, ഇനി എന്നെയും കൂടെ സ്പേസിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആൻസർ വരുന്നത് അതൊരു ടേക്ക് മീ ടു സ്പേസ് എന്നുള്ളത് ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ, ടെക്നോളജി ഫേമാണ്. അവന്മാരാണ് അത് കൊണ്ടുവച്ചത്. അതിൻ്റെ പേര് ചോദിച്ചത് ഇവിടെ കിടപ്പുണ്ട്, മൈ ഓർബിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. മൈ ഓർബിറ്റൽ MOI അതേ കിടക്കുന്നത്, MOITD. ഓക്കെ, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് BOLS-1, an open source AI model for predicting biomolecular structures? ബോൾട്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ നട്ടും ബോൾട്ടും അങ്ങനെയല്ലേ പറ്റും, നട്ടും ബോൾട്ടും. നമുക്കിവിടെ നട്ടല്ല, അതേപോലെ അക്ഷരം വരുന്ന മിറ്റും ബോൾട്ടും. നട്ടിന് 3 അക്ഷരം, മിറ്റിന് 3 അക്ഷരം. മിറ്റെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മറ്റേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അത്, എന്തായിരുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മസാച്യൂസെറ്റ്സ് അങ്ങനെ എന്തോ അല്ലേ, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അങ്ങനെ എന്തോ ആണ്. അത് USA ബേസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവരാണ് ബോൾസ് എന്ന് പറയുന്ന ഒരു AI മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, ഫോർ പ്രെഡിക്റ്റിംഗ് ബയോമോളിക്കുലാർ സ്ട്രക്ചേഴ്സ്. ഓക്കെ, വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്ഡ് പെയിൻലെസ് നീഡിൽ ഫ്രീ ഷോക്ക് സിറഞ്ചസ്?
വേദനയില്ലാതെ വേദന വന്നു കണ്ടോ. വേദന വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെടുത്തോണം, IIT ബോംബെ എടുത്തോണം. ബോംബ് കാണുമ്പോഴേ നമ്മൾ പാനിക്കാവും, പേടിക്കും, വേദനിക്കും. IIT ബോംബെ. എൻ്റെ കോഡ് വെച്ചത് കിട്ടിയത് കണ്ടോ, പെയിൻ. അപ്പം നമുക്ക് ഇത്രയും എല്ലാ വേദനയും വരുന്നതുകൊണ്ട് IIT ബോംബെ വിചാരിച്ച് ഇനി തൊട്ട് വേദനയില്ലാത്ത ഇഞ്ചക്ഷൻസൊക്കെ എടുക്കാം. നീഡിൽ ഫ്രീ ഷോക്ക് സിറിഞ്ചസ് ആണ് ഇനി ഉപയോഗിക്കാം എന്നൊക്കെ തീരുമാനിച്ചു. വിച്ച് കമ്പനി ലോഞ്ച്ഡ് BD4752, ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡോസർ. ഇതാണ് സാധനം. അപ്പോൾ അത് വരുന്നത് BEML എന്ന് പറയുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നോ അങ്ങനെ എന്തോ ആണ്. എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അത് എർത്തിനെ മൂവ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഡോസർ ഇതാണ്. അപ്പോൾ എർത്തിനെ മൂവ് ചെയ്യിക്കുന്ന സാധനമാണെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ BEML കിട്ടും. എർത്ത് മൂവേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അടുത്ത മംസ് എന്ത് തരം ഡിസീസ് ഇൻഫെക്ഷനാണ്? വൈറൽ ഇൻഫെക്ഷൻ. നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? DYSP അമ്മച്ചിക്ക്, അമ്മച്ചി എന്ന് എഴുതുമ്പോഴേ AMME 2 M ഉണ്ട്. മംസും മീസിൽസും. അപ്പോൾ ആ കോഡ് അതറിഞ്ഞുകൂടാമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഞാൻ പറ്റുമെങ്കിൽ മുകളിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. DYSP അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ എന്നുള്ള കോഡ്. നമ്മുടെ എല്ലാ വൈറൽ ഡിസീസസും അതിനകത്തേക്ക് പോരും. ഓക്കെ. ഈ മംസ് എന്ന് പറയുന്നത് പരോട്ടിഡ് ഗ്ലാൻസ് ആൻഡ് സലൈവറി ഗ്ലാൻസിന് വരുന്ന ഒരു വീക്കമാണ്. ഓക്കെ. ഇൻ വിച്ച് സ്റ്റേറ്റ് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ബയോ ബിറ്റുമിൻ നാഷണൽ ഹൈവേ ഇനാഗുറേറ്റഡ്? ബയോ ബിറ്റുമിൻ നാഷണൽ ഹൈവേ, ബയോ ബിറ്റുമിൻ BB നാഷണൽ ഹൈവേ. ആൻസർ വരുന്നത് എന്തായിരുന്നു? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അപ്പോൾ അതെങ്ങനെ ഓർത്ത് വെക്കുമായിരുന്നു? മഹാരാഷ്ട്ര BB മഹാരാഷ്ട്ര. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഞാൻ എന്തോ ഓർത്ത് വെച്ചിരുന്നേ, മറന്നുപോയി. പക്ഷേ നാഷണൽ ഹൈവേ മഹാരാഷ്ട്ര അങ്ങനെ വല്ലതാണോ? NH-MH എന്ന് വല്ലതാണോ? NH-MH. പക്ഷെ നാഷണൽ ഹൈവേ വെച്ച് മഹാരാഷ്ട്ര അങ്ങനെ ഓർത്തൊക്കെ നിൽക്കുന്നുണ്ടോ? മറ്റേ ഒരു ഏത് സിനിമയായിരുന്നു? അമർ അക്ബർ അന്തോണിക്കകത്ത് അമ്മച്ചി MH എന്ന് പറയുന്ന ഡയലോഗില്ലേ. അപ്പോൾ അതിൽ നിന്ന് അമ്മച്ചി എന്ന് വിളിക്കുന്നതിന് BB-MH അങ്ങനെ ആലോചിച്ചാൽ ഞാൻ അങ്ങനെ എന്തൊന്നും ആലോചിച്ചു. BB-MH. BB എന്നുള്ളത് എന്താണ്? ബയോ ബിറ്റുമിൻ എന്നുള്ളതാണ് കേട്ടോ. ബയോ ബിറ്റുമിൻ. BB-MH അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. നല്ല കോഡുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഹൂ ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് AI ഡേറ്റാ ബാങ്ക് ടു ബൂസ്റ്റ് സെക്യൂരിറ്റി ആൻഡ് ഇന്നോവേഷൻ? AI ഡേറ്റാ ബാങ്ക്. അത് ഒബ്വിയസ്ലി ഇതിനകത്ത് മോദി അല്ലേ വരിക? മോദി അല്ലല്ലേ, ജിതേന്ദ്ര സിംഗ് ആണോ? ജിതേന്ദ്ര സിംഗ് ഞാൻ ഓപ്ഷൻ ശ്രദ്ധിച്ചില്ല. ജിതേന്ദ്ര സിംഗ് ഇല്ലെങ്കിൽ മോദിക്കാണല്ലോ ചാൻസ്. ഞാനത് പെട്ടെന്ന് കണ്ടില്ല. ഓക്കെ. ഫസ്റ്റ് AI ഡേറ്റാ ബാങ്ക്. അപ്പോൾ ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തതായതുകൊണ്ട് ജിതേന്ദ്ര സിംഗ് കേട്ടോ. ജിതേന്ദ്ര സിംഗ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡേറ്റയും ആരുടെ കയ്യിരുന്നാൽ മതി? മോദിയുടെ കൊടുക്കണ്ട, ജിതേന്ദ്ര സിംഗിൻ്റെ കൊടുത്താൽ മതി. എല്ലാ ഡേറ്റയും വിരൽ തുമ്പിൽ കിട്ടണം ജിതേന്ദ്ര സിംഗിൻ്റെ. India and Kazakhstan have formed a joint venture for the production of titanium slag in which state? സ്ലാഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇന്ത്യയും കസാഖിസ്ഥാനും കൂടെ ചേർന്നൊരു ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു പേര് ഇവിടെ കിടപ്പുണ്ട്. ഇത് കിടക്കുന്നത് ഇൻഡോ കസാഖ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. ഇറുക്ക് നമ്മൾ ഈ ഇറുക്കി വിടത്തില്ലേ, ഈ ഇറുക്കി വിടുമ്പോൾ നമ്മൾ ഓടും. വേദനിക്കുന്നെന്നും പറഞ്ഞ് ഓടും. അത് ഞാൻ പറയാൻ കാരണം, ഇറുക്കിൽ നിന്നും നമുക്ക് ഓടുന്ന കിട്ടിയാലേ ഒഡീഷ കിട്ടത്തുള്ളൂ. ഇറുക്കുക എന്നുള്ളതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇൻഡോയും ഉണ്ട്, കസാഖിസ്ഥാനും ഉണ്ട്. ഈ I for ഇന്ത്യ ആണെന്ന് വിചാരിച്ചു. അതിൻ്റെ ഫുൾ ഫോം ഞാൻ നോക്കിയില്ല. ഇൻഡോയും ഉണ്ട്, അതുപോലെ K വെച്ച് നമുക്ക് അങ്ങനെ പഠിക്കാം. കസാഖിസ്ഥാനും ഉണ്ടെന്ന് ആലോചിച്ചു. ഇൻഡോയും കസാഖിസ്ഥാനും കൂടെ ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പോവുക? അവർ ടൈറ്റാനിയം സ്ലാഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകും. ഈ ടൈറ്റാനിയം സ്ലാഗ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ടൈറ്റാനിയം സ്ലാഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ കൊടുത്ത രാജ്യങ്ങളാണ് ഇന്ത്യയും കസാഖിസ്ഥാനും. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷ. ഓക്കെ. ഞാനത് പറഞ്ഞില്ലല്ലോ. സ്ലാഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിനെ ഗ്യാങ് എന്നാണ് പറയുക. ഇമ്പ്യൂരിറ്റീസിനകത്തോട്ട് ഫ്ലെക്സ് ആഡ് ചെയ്യും. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്നതാണ് ഫ്ലെക്സ്. അത് അസിഡിക് ഫ്ലെക്സും ബേസിക് ഫ്ലെക്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫ്ലെക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈ സ്ലാഗ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. മോൾട്ടൈൻ സ്റ്റേറ്റിൽ കിട്ടും, അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഫ്ലെക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ലാഗ് എന്നുള്ള ഈ ഒരു സാധനം ഓർത്ത് വെച്ചാൽ മതി. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഈസി ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഹൂ ലോഞ്ച്ഡ് വേൾഡ് ഫസ്റ്റ് AI ആൻഡ് 5G ടെലികോം നെറ്റ്വർക്ക്?
AI ആൻഡ് 5G ടെലികോം നെറ്റ്വർക്ക്. അപ്പോൾ ദിസ് നെറ്റ്വർക്ക് ക്യാൻ ഹാൻഡിൽ AI ആൻഡ് 5G നെറ്റ്വർക്ക് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നമുക്ക് AIയും അതുപോലെ 5G സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരേ സമയം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വിടാൻ പറ്റും. വളരെ AIയും അതുപോലെ 5Gയും നമുക്ക് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ട്. അതിൽ നിന്ന് നമുക്ക് സോഫ്റ്റ് ബാങ്ക് എന്നുള്ളതും NVIDIA എന്നുള്ള സാധനവും നമുക്ക് കിട്ടും. റാൻ മുകളിലോട്ട് ഓടിക്കാൻ പറ്റും. ഓക്കെ, സോറി. വിച്ച് ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ദ 1 Day 1 Genome ഇനിഷ്യേറ്റീവ്. 1 Day 1 Genome ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ DBT. അതിൻ്റെ ഫുൾ ഫോം നോക്കിയോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. അപ്പോൾ അതിൽ നിന്ന് ജീനോം വെച്ച് ബയോടെക്നോളജി നമ്മൾ എത്ര വട്ടം കണ്ടു അതുപോലെ ഒരെണ്ണം ഉണ്ട്, ബ്രിക്കും ഉണ്ട്. ബ്രിക്ക് എന്ന് പറഞ്ഞാലും ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ കൗൺസിൽ. ഇപ്പം ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ ജീനോം. ഓക്കെ അല്ലേ? യെസ്. ജീനോം സീക്വൻസിങ്. ഈ സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് റിവീൽസ് ദ എക്സാക്റ്റ് ഓർഡർ ഓഫ് ദി 4 DNA ബേസസ്. ഇപ്പോൾ DNAയുടെ ഇപ്പം അഡിനിനുണ്ട്, തൈമിനുണ്ട്, ഗ്യാനിനുണ്ട്, സൈറ്റോസിനുണ്ട് അല്ലേ? അഡിനിൻ, ടാനിൻ, ഗ്യാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഇതാണ് DNAയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് ഈ സീക്വൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ മനസ്സിലാക്കുക. എ മെത്തേഡ് യൂസ് ടു റീഡ് ദ കംപ്ലീറ്റ് ജനറ്റിക് കോഡ്. ആ കോഡ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പം അഡിനിൻ എപ്പോഴും ആരുമായിട്ടായിരിക്കും പെയറുണ്ടാക്കിയിരിക്കുക? തൈമിനുമായിട്ടായിരിക്കും. അതുപോലെ ഗ്യാനിൻ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റോസിനുമായിട്ടായിരിക്കും പെയറുണ്ടാക്കിയിരിക്കുക. ഇത് ആരുടെ കേസിലാണ്? DNAയുടെ കേസിലാണ്. ഞാനതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോവാം. RNAയുടെ കേസിലാവുമ്പോൾ എന്ത് പറ്റും? അഡിനിൻ പെയറാക്കിയിരിക്കുന്നത് തൈമിന് പകരം യുറാസിലായിരിക്കും, AU ആയിരിക്കും അവിടെ. പക്ഷേ ഗ്വാനിനും സൈറ്റോസിനും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് RNAയുടെ കേസിലാണ്. ഇതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് പല എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. DNAയിലാണ് ഈ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ 4 എണ്ണം. അപ്പോൾ അഡിനിൻ പെയർ ചെയ്തിരിക്കുന്നത് തൈമിനുമായിട്ടാണ്. ബട്ട് RNAയിൽ വരുമ്പോൾ അഡിനിൻ പെയർ ചെയ്തിരിക്കുന്നത് യുറാസിലുമായിട്ടായിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഗവൺമെൻറ് ഫണ്ടഡ് മൾട്ടി മോഡൽ AI ഇനിഷ്യേറ്റീവ്. അപ്പോൾ മൾട്ടി മോഡൽ AI ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ്റൊക്കെ ഫണ്ട് ചെയ്യണമെങ്കിൽ അത് എല്ലാ ജനറേഷനിലുള്ളവർക്കും എല്ലാ ജനറേഷനിലുള്ളവർക്കും ഉപയോഗപ്പെടണം. അതുകൊണ്ട് അതിൻ്റെ പേര് ഭാരത് ജൻ. ഓക്കെ അല്ലേ? ഭാരത് ജൻ. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. IIT ബോംബെ ആണ് ഇതിൻ്റെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം അല്ലേ? മൾട്ടി മോഡൽ AI ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഇതൊരു ലാംഗ്വേജ് മോഡലാണ് കേട്ടോ. ഞാനൊരു ഫർദർ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുള്ളേ ഉള്ളൂ. ഓക്കെ. ഹൂ റീസെൻ്റ്ലി ലോഞ്ച് ദ 3rd പരം രുദ്ര. ഓൾറെഡി നമ്മൾ പരം രുദ്രയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. രുദ്ര എവിടെ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ റൂഡായിട്ടുള്ള ബിഹേവിയർ ബീഹാറിൽ. ഇപ്പോൾ ബൈ പറഞ്ഞു വിടും എന്ന് പറഞ്ഞില്ലായിരുന്നു? അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ബീഹാറിൽ മാത്രമല്ല, അത് പൂനെയിലും ഡൽഹിയിലും കൊൽക്കട്ടയിലും എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പരം രുദ്ര. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ്. ആ പർപ്പസൊക്കെ നോക്കി വെക്കുക. പക്ഷേ ഇവിടെ ചോദിച്ചതൊന്നും അല്ലല്ലേ, അതാര് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. കണ്ടോ, ഈ ഓപ്ഷനിൽ ജിതേന്ദ്ര സിംഗ് ഒന്നും ഇല്ല. അപ്പം അത് നരേന്ദ്രമോദി. അല്ലെങ്കിൽ അതങ്ങനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതൊരു പല സ്റ്റേറ്റിൽ ലോഞ്ച് ചെയ്തതല്ലേ. അപ്പോൾ അത് പരം രുദ്ര മോദി എന്നുള്ളത്. കാരണം ജിതേന്ദ്ര സിംഗ് ഉണ്ടെങ്കിലോ ഓപ്ഷനിൽ, എന്നാലും ഇത് ഓർത്ത് വെച്ചോ. ഇത് പ്രത്യേകം ഓർത്ത് വെച്ചോ, ചോദിച്ചാലെടുക്കാമല്ലോ. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് മൾട്ടിപർപ്പസ് വെസൽ ഇതാ കിടക്കുന്നു. അപ്പോൾ അതിനിടാൻ പറ്റിയ നല്ലൊരു പേര് ഈ ഓപ്ഷനിൽ നിന്ന് സമർത്ഥക്. നല്ല സാമർത്ഥ്യമൊക്കെ വേണം. കാരണം അവൻ്റെ മൾട്ടിപർപ്പസ്, അവൻ എല്ലാ പർപ്പസും എടുക്കണം. അപ്പോൾ അവന് നല്ല സാമർത്ഥ്യം വേണം. അപ്പോൾ അതുകൊണ്ട് ആ വെസലിൻ്റെ പേര് സമർത്ഥക്. നല്ല സാമർത്ഥ്യമുള്ള എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. അത് ലാർസൻ ആൻഡ് ടർബോ ആണ് അത് ചെന്നൈയിൽ വെച്ചിട്ട് ബിൽഡ് ചെയ്തതെന്നൊക്കെ ആലോചിക്കുക. അത് ചെന്നൈയിൽ വെച്ചാണ് ലോഞ്ച് ചെയ്തതെന്ന് ആലോചിക്കുക. ബിൽഡ് ചെയ്തത് ലാർസൻ ആൻഡ് ടർബോ ആണെന്ന് ആലോചിക്കുക. ഷിപ്പ്യാർഡിൻ്റെ പേരെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചിടുക. വേർ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ബയോപോളിമർ ഫെസിലിറ്റി റീസെൻ്റ്ലി ഇനാഗുറേറ്റഡ്. ബയോപോളിമർ ഫെസിലിറ്റി. ഓക്കെ, ബയോപോളിമർ എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം, നല്ലതെന്ന് തോന്നുന്നു. ബയോപോളിമർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു നമ്മുടെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, അതിൽ നിന്നുമൊക്കെ റിന്യൂവബിൾ ആയിട്ടുള്ള, അതിൽ നിന്നും എടുക്കുന്ന പോളിമേഴ്സിനെയാണ് ബയോപോളിമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ പോളിമേഴ്സ് ആണ് അത്. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണ് ബയോപോളിമേഴ്സ് എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെച്ചോ. പോളിലാക്റ്റിക് ആസിഡ്, അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്.
ഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ് എന്നുള്ള PHA എന്നുള്ള അതും കൂടെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്. അപ്പോൾ പണ്ട് ഇതിനായിട്ട് പ്ലാസ്റ്റിക്സൊക്കെ അല്ലേ ഉപയോഗിക്കുക. അപ്പോൾ അതൊരു പന്ന സാധനമാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോ പോളിമേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ പോളിമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പൂനെയാണ് ആൻസർ വരുന്നത്. പന്ന സാധനത്തെ റീപ്ലേസ് ചെയ്തു. വിച്ച് കമ്പനി ലോഞ്ച്ഡ് AI പ്രോജക്റ്റ് നെയ്മഡ് മോർണി എന്നുള്ളതിനകത്ത് മോർണിംഗ് എന്നങ്ങ് എടുക്കാൻ പറ്റും. മോർണിംഗ് നമ്മളെ രാവിലെ ആകുമ്പോഴേ നമ്മൾ ഒരു അമ്മാവന്മാരൊക്കെ ഗൂഗിളൊക്കെ തുറന്ന് കഷ്ടപ്പെട്ട് ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു സൂര്യൻ്റെയൊക്കെ പടമൊക്കെ ഉള്ളതൊക്കെ കണ്ടുപിടിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മോർണിംഗിൽ നിന്നും അങ്ങനെ വേണോ? അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട. മോർണിംഗിൽ രാവിലെ നമ്മുടെ മൈൻഡൊക്കെ നല്ല ഡീപ്പ് മൈൻഡായിരിക്കും, നല്ല ഷാർപ്പ് മൈൻഡായിരിക്കും. ഡീപ്പ് മൈൻഡ് ഗൂഗിളിൻ്റെ ആണെന്ന് അറിയാവുന്നവർക്ക് ആ ഒരു കോഡ് മതി. ഡീപ്പ് മൈൻഡ് ഗൂഗിളിൻ്റെ ആണെന്ന് അറിയാവുന്നവർക്ക് ഈസിലി നമുക്ക് ഗൂഗിൾ പിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അത് അറിഞ്ഞുകൂടാങ്കിൽ അമ്മാവന്മാരൊക്കെ ഇപ്പോഴും എന്താണ് ഗൂഗിളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. മോർണിംഗ് ടൈമിൽ അതായത് ChatGPTയിലോട്ട് പോയിട്ടില്ലെന്നങ്ങ് വിചാരിച്ചോ, അവിടുന്ന് നമുക്ക് ഗൂഗിൾ പിക്ക് ചെയ്യാം. അങ്ങനെ ആലോചിക്കാം കേട്ടോ, രണ്ട് രീതിയിലും ആലോചിക്കാം. മോർണിംഗ് എന്നുള്ളത് എന്താണ്, മറ്റൊന്നുമല്ല, മൾട്ടി മോഡൽ റെപ്രസെൻറ്റേഷൻ ഫോർ ഇന്ത്യ എന്നുള്ളതാണ് ഈ മോർണിംഗ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെച്ചോ. 125 ഇന്ത്യൻ ലാംഗ്വേജസ് പണ്ട് തൊട്ടേ എല്ലാവരും ഗൂഗിൾ ഉപയോഗിച്ചിട്ടേ. ഇന്ത്യൻ ലാംഗ്വേജസിൽ പലതും ഗൂഗിളിൽ കിടപ്പുണ്ടെന്നൊക്കെ അങ്ങ് ആലോചിച്ചാൽ മതി. വിച്ച് മിനിസ്ട്രി ലോഞ്ച്ഡ് വിശ്വാസ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക്? ഒരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ സർവീസസ് ഉപയോഗിക്കുന്നത്? ടു മേക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മോർ സെക്യൂർ ആൻഡ് റിലയബിൾ. അപ്പോൾ ആ സെക്യൂർ ആക്കണം അല്ലെങ്കിൽ റിലയബിൾ ആക്കണമെങ്കിൽ ആ പേരായിരിക്കും ചോദിക്കാൻ ചാൻസ്. അത് ഏത് മിനിസ്ട്രി എന്നുള്ളത് എളുപ്പമല്ലേ. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കുമല്ലോ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കും. മെയ്റ്റിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. വിശ്വാസ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ആ സെക്യൂർ എന്നുള്ളതിൽ നിന്ന് വിശ്വാസയിലോട്ട് എത്താൻ പറ്റും. അടുത്തത്, വാട്ട്സ് ദ നെയിം ഓഫ് ഇന്ത്യസ് സെക്കൻഡ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ? സെക്കൻഡ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് INS അരിഹന്താണ്. ഇന്നത്തെ ഓപ്ഷനിലുണ്ടോ? അത് ഇല്ല. INS അരിഹന്താണ് ഫസ്റ്റ്. അപ്പോൾ സെക്കൻഡാണ് അരിഗത്ത്. ഓൾറെഡി നമ്മൾ അരിഹന്ത് എന്ന് പേരിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്തത് അരിഗത്ത് എന്ന് പേരിടാം. ഫസ്റ്റ് അരിഹന്താണ്, അപ്പോൾ അടുത്തത് അരിഗത്ത്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് നെയിമുണ്ട് S3. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പവർ 83 മെഗാവാട്ടിൻ്റെ പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു ന്യൂക്ലിയർ റിയാക്ടർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന റിയാക്ടർ ഏതാണ്? പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടേഴ്സാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിയാം. S3 ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ നമുക്ക് 83 എന്ന് വായിക്കാം. 83 മെഗാവാട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഞാൻ പിന്നെ S3 കണ്ടുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ പേര് ഓർത്ത് വെച്ചാൽ മതി. INS അരിഗത്ത്, ആദ്യത്തത് INS അരിഹന്ത്. വിച്ച് കമ്പനി ലോഞ്ച്ഡ് ഹിൽകോൾ വാക്സിൻ ടു ഫൈറ്റ് കോളറയ്ക്കുള്ള ഹിൽകോൾ എന്ന് പറയുന്ന വാക്സിൻ ഏത് കമ്പനിയാണെന്നുള്ളതാണ്. ഭാരത് ബയോടെക്. ബാബി എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റർ ഇൻ ലോ എന്നുള്ള അർത്ഥമല്ലേ ബാബി. അപ്പോൾ ബാബിക്ക് ഒരു കോളറ ബാധിച്ചു എന്നോ അങ്ങനെ വല്ലതും ഒന്ന് ആലോചിച്ച് നോക്കും. ബാബിക്ക് കോളറ, അങ്ങനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ബാബിക്ക് കോളറ എന്ന് പറഞ്ഞ അസുഖം വന്നു. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുത്തു എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഭാരത് ബയോടെക് എന്നുള്ള പേര് കിട്ടിയാൽ മതി. ബാബി കോളറ എന്നുള്ളതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതൊരു കോളറ എന്നുള്ളതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. വിച്ച് IIT ഡെവലപ്ഡ് ഇ-ഷൂസ് ഫോർ ലൈവ് ട്രാക്കിംഗ്? ഇ-ഷൂസ് ഇലക്ട്രോണിക് ഷൂസാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? GPS സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പം കറക്റ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ GPS ഒക്കെ ഉണ്ട്. റിയൽ ടൈം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊരു സേഫ്റ്റി ഫീച്ചറും കൂടെ അല്ലേ. അപ്പോൾ സേഫ്റ്റി വരണം, ഒരു കവചം വരണം എന്നുണ്ടെങ്കിൽ DRDO വരണം. ആയിട്ടുള്ള അല്ലേ, നമ്മൾ വീട്ടിനകത്ത് എങ്ങനെയാണോ അതേപോലെ നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് IIT ഇൻഡോർ തന്നെ അതിന് മുന്നിൽ ഇറങ്ങി വന്നു എന്ന് ആലോചിച്ചാൽ മതി. ഒരു സേഫ്റ്റി പ്രൊവൈഡർ, ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ്. അപ്പോൾ അതിനൊരു സേഫ്റ്റി ഫീച്ചറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആയിട്ടുള്ള DRDOയും അതുപോലെ IIT ഇൻഡോറും അങ്ങനെ ആലോചിച്ചാൽ മതി. വിച്ച് കൺട്രി വേൾഡ്സ് ഫസ്റ്റ് മൊബൈൽ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് റോക്കറ്റാണ്. റീയൂസബിൾ ഹൈബ്രിഡ് റോക്കറ്റാണ്. അത് ഇന്ത്യയുടേതാണ് കേട്ടോ.
റൂമി 1 എന്നുള്ളത്. അത് ചെന്നൈയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിന് കോഡൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പറഞ്ഞോ. റൂമി വേണമെങ്കിൽ റീയൂസിബിൾ ഹൈബ്രിഡ് എന്നുള്ളതിനകത്തുനിന്ന് ആ റൂമിക്കകത്തുനിന്നേ റീയൂസിബിൾ ഹൈബ്രിഡ് എന്നുള്ള RH എന്നുള്ള അങ്ങനെ ആണെന്ന് അങ്ങ് ആലോചിക്കാൻ വേണമെങ്കിൽ. അതിൻ്റെ ഫുൾ ഫോം ഞാൻ നോക്കാൻ വിട്ടുപോയി. റൂമി എന്നുള്ളത് റീയൂസിബിൾ, നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടി അങ്ങനെ ആലോചിക്കാമല്ലോ. വിച്ച് കൺട്രി സെറ്റ് ടു ബി 6th country ടു ഹാവ് ഇറ്റ്സ് ഓൺ ഡീപ്പ് സീ മിഷൻ. ഈ ഫോട്ടോ പലരും കണ്ടിട്ടുണ്ടാവും. ഡീപ്പ് സീ മിഷന് വേണ്ടിയിട്ടുള്ള ആ പേര് മത്സ്യ 6000 മീറ്റേഴ്സ് എന്നുള്ളതാണ്. 6000 എന്നുള്ളത് 6000 അടി താഴ്ചയിൽ പോയിട്ടാണ് ഡീപ്പ് സീ എക്സ്പ്ലോറേഷൻസ് നടത്തുന്നത്. അപ്പോൾ അതിന് റെസ്പോൺസിബിളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ്രോയും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഇതിനകത്തൊക്കെ വരുന്നുണ്ട്, അതിന് എംബ്ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ മത്സ്യ 6000 എന്നുള്ളതാണ് ആ ഒരു പേര്. നമ്മൾ താഴത്തിൽ ഇറങ്ങിപ്പോവുക, 6000 അടി വരെ ഇറങ്ങിപ്പോകുന്നു. ഡീപ്പ് സീ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് താഴെ പോകുന്നുണ്ട് എന്നാലോചിച്ചാൽ ഒരു 6000 അടി വരെ പോകുന്നുണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മത്സ്യ 6000 കിട്ടും, മീനെയൊക്കെ കാണുമല്ലോ. അതുപോലെ 6th country ആണ് എന്നുള്ളത് അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. വേൾഡ്സ് ഫസ്റ്റ് 6G ഡിവൈസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് കൺട്രി? 6G അപ്പോൾ 6G വരെ ലോഞ്ച് ചെയ്തു. ആൻസർ ജപ്പാനാണ് വരുന്നത്. ഒരു സെക്കൻഡിൽ 100 GB വരെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് 6G. ഓക്കെ, ജപ്പാൻ എല്ലാത്തിനും മുന്നിലല്ലേ. ജെ എഴുതുമ്പോഴേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ജപ്പാൻ ഒരു 6 പോലെ വരുന്നുണ്ടോ? ജപ്പാൻ കണ്ടോ, 9 പോലെയല്ല 6 പോലെ വായിക്കാവും. തിരിച്ചിടുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ 6 പോലെ വരും. ഓക്കെ. വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി ഇനാഗുറേറ്റഡ് ഇൻ വിച്ച് കൺട്രി? വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി, നേരത്തെ നമ്മളൊരു ഒബ്സർവേറ്ററി കണ്ടു, ഒന്ന് ആലോചിച്ച് നോക്കി. ഒബ്സർവേറ്ററി, ഇന്ത്യയിലൊരു ഒബ്സർവേറ്ററി ഉണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കും? ലൊക്കേഷൻ ട്രേസ് ചെയ്യണം, ഒരു പേര് തന്നെ ലൊക്കേഷനുള്ള. വെസ്റ്റ് ബംഗാൾ. കിട്ടുന്നുണ്ടോ? കോഡ് കിട്ടുന്നുണ്ടോ? അത് ആ സത്യേന്ദ്രനാഥ് ബോസ് എന്നൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ പേര്. സത്യം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേൾഡ് ഹയസ്റ്റ് ആണ്, ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേറ്ററി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മലയും കുന്നുമൊക്കെ കയറി പോകുന്നത് എന്തിനാണ്? കയറി അവിടെ എത്തുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത്. നല്ല തണുത്ത കാറ്റടിക്കും, അല്ലെങ്കിൽ ഒരു വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും, മലയുടെയും കുന്നിൻ്റെയൊക്കെ പുറത്ത് ഹയസ്റ്റ് പ്ലേസിലോ ഒരു ഒബ്സർവേഷൻ അല്ലേ. നമ്മൾ അവിടെ പോയിരുന്ന ആകാശമൊക്കെ ഇങ്ങനെ നോക്കും, ഒബ്സർവ് ചെയ്യും. അതുപോലെ കിളികളുടെ ശബ്ദമൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി ചിൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും. അറ്റക്കാമ ഒബ്സർവേറ്ററിയാണ് അതിൻ്റെ പേര്, അതൊക്കെ നോക്കിച്ചാൽ മതി. വിച്ച് ഡിസീസ് ഇസ് റിലേറ്റഡ് ടു സൈഡ് എഫക്റ്റ് ഓഫ് കോവിഷീൽഡ് വാക്സിൻ? കോവിഷീൽഡ് എടുത്തവർക്ക് ഞാനൊക്കെ കോവാക്സിൻ ആണെന്ന് തോന്നുന്നത് ആണ്. കോവിഷീൽഡ് എടുത്ത സൈഡ് എഫക്റ്റ് വഴി ഉണ്ടാകുന്ന ഡിസീസ് ഏതെന്നാണ് ചോദ്യം. ആൻസർ ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം, TTS, ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം. ഇപ്പോൾ ഷീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും എന്തൊരു സാധനം എടുത്ത് എറിയുക, അപ്പം ഷീൽഡ് വെച്ച് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു ഷീൽഡ് ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെന്തെങ്കിലും എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഷീൽഡ് വെച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷീൽഡ് വെച്ച് ത്രോ എന്നാൽ ത്രോ പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്. ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പനി കൊളാബറേറ്റഡ് വിത്ത് ഗതിശക്തി വിശ്വവിദ്യാലയ എന്നുള്ളത് ഫസ്റ്റ് ട്രാൻസ്പോർട്ട് യൂണിവേഴ്സിറ്റിയാണ്. ഗുജറാത്തിലാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ഈ ഒരു ഫോട്ടോ നോക്കിയേ, 5Gയിൽ നിന്ന് 6Gയിലോട്ട് എടുത്ത് ചാടുക. അവൻ ഓൾറെഡി ജപ്പാനിൽ നമ്മൾ കണ്ടു 100 GB/s അവിടെ അതിൻ്റെ ഡിവൈസസ് ഇറക്കിയ കാര്യം നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുക ഗതിശക്തി വിശ്വവിദ്യാലയം വേറെ ആരോഗ്യം കൂടെ കൊളാബറേറ്റ് ചെയ്ത് 5G 6G റിസർച്ച് നടത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. അവിടെ ജപ്പാൻ കൊണ്ടുപോയി. ആ നോക്കി എന്നുള്ളത് നോക്കിയ കണ്ടോ, ഗതി ഏതാണെന്ന് അറിഞ്ഞുകൂടാ, ഗതി നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഗതി നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ജപ്പാൻ കൊണ്ടുപോയി. ഓക്കെ. ഏഷ്യാസ് ഫസ്റ്റ്, സോറിയുടെ ഞാൻ അങ്ങനെ നമ്മളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നമ്മൾ വളരെ മുന്നിലാണ്, അതിലും വലുത് നമ്മളിപ്പോൾ കൊണ്ടുവരും. ഓക്കെ. ഏഷ്യാസ് ഫസ്റ്റ് ഹെൽത്ത് റിസർച്ച് പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ഇനാഗുറേറ്റഡ് ഇൻ വിച്ച് സിറ്റി? ഏഷ്യാസ് ഫസ്റ്റ് ഹെൽത്ത് റിസർച്ച് പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ഞാൻ വായിച്ചില്ലായിരുന്നു, എന്തെങ്കിലും കിട്ടുമോ? എൻ്റെ ആൻസർ വരുന്നത് ഹരിയാനയാണ്, ഫരീദാബാദാണ്. ഹരിയാന ഹെൽത്ത്
ഹെൽത്ത് റിസർച്ച്, ഏഷ്യയിലെ തന്നെ ഹെൽത്ത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമായിരിക്കുമോ? അല്ല, അതൊരു വലിയ ആനക്കാര്യമായിരിക്കും. ഹരിയാന ഓക്കെ അല്ലേ? ഏഷ്യാസ് ഫസ്റ്റ് ഹെൽത്ത് റിസർച്ചിന് വേണ്ടിയിട്ടൊരു പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി കൊണ്ടുവരുന്നത് ഒരു ആനക്കാര്യമാണ്. അതുകൊണ്ടത് ഫരീദാബാദ്, ഹരിയാന. ഒരു വലിയ കാര്യമാണ്, ദൂരത്തുള്ളൊരു കാര്യമാണ്. ഓക്കെ, വിച്ച് കമ്പനി ഒരുപാട് സമയമായെന്നറിയാം. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇതായിട്ട് അങ്ങ് തീർക്കാൻ പറ്റിയാലേ വേറെ ദിവസം. ഇതിപ്പോൾ തീരാറായി, 96 പേജായി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇപ്പോൾ തന്നെ തീർക്കാം നമുക്ക്. വിച്ച് കമ്പനി ടു ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് H125 ഹെലികോപ്റ്റർ ബൈ 2026? അപ്പോൾ ഈ H125 ഹെലികോപ്റ്റർ ലോഞ്ച് ചെയ്ത കമ്പനിയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതേ പോകുന്നു, നമ്മുടെ ഒരു നീല ഹെലികോപ്റ്റർ ഇതേ പോകുന്നു. ഇപ്പോൾ നമുക്ക് ടാറ്റ കൊടുത്ത് വിടാം. എയറിൽ കൂടെ പോകുന്നത് കേട്ടോ, എയർബസ് ടാറ്റ. അപ്പോൾ നമ്മുടെ H125 ഹെലികോപ്റ്റർ ഏത് കമ്പനിയാണ് ലോഞ്ച് ചെയ്തത്? ടാറ്റയും എയർബസും കൂടെ ചേർന്നിട്ടാണ്. ഇത് നല്ല കോഡ് കിട്ടുവാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കിപ്പം ചുമ്മാ കണ്ടപ്പോൾ തോന്നിയാണ്. ഇനി അങ്ങോട്ടുള്ളത് ചിലത് നോക്കിയുള്ളായിരുന്നു. വിച്ച് IIT വിൽ ബിൽഡ് ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം ഇത് ഓൾറെഡി പറഞ്ഞല്ലോ. ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പിൻ്റെ കാര്യം അല്ലേ, മൈക്രോസ്കോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അത് പറഞ്ഞത് നമ്മൾ IIT ബോംബെ ആണെന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ലേ ആൻസർ വരുന്നത്? യെസ്, IIT ബോംബെ. ക്വാണ്ട് മാത്സ് PhD കണ്ടോ, കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മൾ പഠിച്ചാലുള്ള ഗുണം, ഇതാണ്. അത് IIT ബോംബെയും TCS ഉണ്ട് കേട്ടോ. TCSൽ പോയി പരീക്ഷ എഴുതുമ്പോഴാണല്ലോ നമുക്ക് ഈ ബോംബ് വെച്ചൊരു ഫീല് വരുന്നത്. TCS അങ്ങനെ അല്ലിച്ചാൽ. ഹൂ ഡെവലപ്ഡ് ഇന്ത്യാസ് സെക്കൻഡ് പ്രൈവറ്റ് റോക്കറ്റ്? ഞാൻ ഓൾറെഡി നേരത്തെ വിക്രം പറഞ്ഞായിരുന്നു ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് വിക്രം ആണെന്നുള്ളത്. വിക്രം S, സ്കൈ റൂട്ട് എയറോസ്പേസിൻ്റെ വിക്രം S. പക്ഷേ സെക്കൻഡാണ് അഗ്നിബാൻ. അഗ്നികുൽ കോസ്മോസസിൻ്റെ അഗ്നിബാനാണ് സെക്കൻഡ് പ്രൈവറ്റ് റോക്കറ്റ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം. അഗ്നികുൽ എന്ന് പറയുന്നത് തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ്, ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ് അഗ്നികുൽ. ആദ്യം വിക്രമായിരുന്നു, ഒരു ക്രമത്തിലാണ് പോകുന്നത്. വിക്രം, അതിനുശേഷം അഗ്നി. അങ്ങനെ വല്ല ആലോചിച്ചോ? അഗ്നി ക്രമത്തിൽ, അഗ്നി എന്നുള്ള എ വെച്ച് തുടങ്ങുന്നത് ക്രമം. ആദ്യം ഒരു ക്രമം വേണം, ആ ക്രമം അങ്ങോട്ട് എഴുതി അതിനുശേഷം എ വെച്ച് അഗ്നി. എന്നാലും ആലോചിച്ച് വെച്ചാൽ നമുക്ക് 1ഉം 2ഉം കിട്ടും. ഇനി ബാക്കി വരാൻ പോകുന്നതിൻ്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. ഹൂ ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് ജീൻ തെറാപ്പി ഫോർ ക്യാൻസർ? ഇപ്പോൾ ജീൻ തെറാപ്പി പലപ്പോഴായിട്ട് നമ്മൾ ജീൻ കാണുന്നുണ്ട്. ജീൻ തെറാപ്പി ഇത് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ PDF, അതുകൊണ്ടായിരിക്കും. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, നെക്സാ കാർ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. കാർട്ട് സെൽ തെറാപ്പീൻ്റെയൊക്കെ പേരൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആര് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അതിന് മുമ്പ് ഇത് പഠിക്കട്ടെ. IIT ബോംബെ ആണ് ഇത് കൊണ്ടുവന്നത്. അതെങ്ങനെ പഠിക്കും? നമ്മൾ ഈ ബോംബ് വെച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റുമോ? സാധാരണ ബോംബൊക്കെ വെക്കുന്നത് കാറിലല്ലേ ബോംബൊക്കെ വെക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ബോംബെ കിട്ടുമല്ലോ അതും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു ദ്രൗപദി മുർമു ആണ് കൊണ്ടുവച്ചത്. ബോംബൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മർമറിങ്ങാണ്, ഉള്ളിൽ നിന്നൊരു മർമറിങ്ങാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ദ്രൗപദി മുർമു എന്നുള്ളത് ആൻസറിലോട്ട് എത്തും. ബോംബ് വെച്ചാലല്ല, ക്യാൻസർ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കണം. ക്യാൻസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു മർമറിങ് ആയിരിക്കും എപ്പോഴും. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ. LSST ക്യാമറ ഈസ് ബീങ് കൺസ്ട്രക്റ്റഡ് ഇൻ വിച്ച് കൺട്രി? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഏറ്റവും മുകളിൽ ഒരു ഒബ്സർവേറ്ററിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അവിടെയൊക്കെ പോയിരിക്കണമെങ്കിലേ നമുക്ക് നല്ല ക്യാമറയൊക്കെ വേണം. അവിടെ പോയിരുന്ന് നമ്മൾ കാണുമല്ലേ, അപ്പം വലിയ ക്യാമറയൊക്കെ വേണം. ഓക്കെ, ചില്ലിയിലാണെന്നുള്ളത് ആലോചിച്ചാൽ മതി. വിച്ച് കൺട്രി ബിക്കേം ഫസ്റ്റ് കൺട്രി ടു റോൾ ഔട്ട് ന്യൂ മെനിഞ്ചൈറ്റിസ് വാക്സിൻ? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ബ്രെയിനും സ്പൈനൽ കോഡിനും ഒക്കെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിനൊരു വാക്സിൻ കൊടുത്ത ആദ്യത്തെ കൺട്രി ഏതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൈജീരിയ. അപ്പോൾ ഇത്തരം വലിയൊരു സംഭവമാണ്. 5 തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിൻ കൊടുത്തത്. അതിൻ്റെ പേരുണ്ട്. മെനിഞ്ചൈറ്റിസ് ആയതുകൊണ്ട് 5 എണ്ണം ആയതുകൊണ്ട് 5 വാക്സിൻ എന്നുള്ള V. അപ്പോൾ MENS 5CV. അപ്പോൾ അത് ഒരു നൈജീരിയയിലാണ് കൊടുത്തത്. അപ്പോൾ നൈജീരിയ. അപ്പോൾ ഇത്രയും വലിയൊരു ഡിസിഷൻ, ഒരു വലിയ അല്ലേ, ഒരു ടൈഗർ എന്നുള്ള സാധനം കിട്ടുന്നുണ്ടോ? ടൈഗറിൽ നിന്ന് മാത്രമേ എനിക്ക് നൈഗറിലോട്ട് എത്താൻ പറ്റുന്നുള്ളൂ. ടൈഗർ ഒരു ഇത്ര വലിയ ഐക്കോണിക്കായിട്ടുള്ള ഒരു വാക്സിനേഷൻ ആയിരുന്നു അതെന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ വല്ല ആലോചിച്ചു. ഓക്കെ, അതിൻ്റെ പേരൊക്കെ ആലോചിച്ച് വെച്ചേക്കണം. മെനിഞ്ചോകോക്കസ് ബാക്ടീരിയ. എൻ്റെ തൊണ്ട ശരിക്ക് പ്രശ്നമാകുന്നുണ്ട്. എന്നാലും ഇത് തീരാറായതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാം, കുഴപ്പമില്ല.
വിച്ച് കമ്പനി ലോഞ്ച്ഡ് TSAT-1A സാറ്റലൈറ്റ് റീസെൻ്റ്ലി? TSAT-1A, TSAT ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. TSAT, ടാറ്റയും ഉണ്ട്, ടാറ്റയുടെയാണ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്. ഇപ്പോൾ TSAT-നകത്ത് ടാറ്റയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. TAT കണ്ടോ, TATA, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. ഇതൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും പഠിച്ചു വെച്ചോ. TSAT-1A സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് TASL ആണ്. അതൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. കലിസ്റ്റോ എന്ന് പറയുന്ന മൂൺ, ഇതൊരു ജനറൽ നോളജാണ്. കലിസ്റ്റോ എന്ന് പറയുന്ന മൂണ് ജുപ്പിറ്ററിൻ്റെയാണ്. എന്താണ് ഇതിപ്പോൾ വരാൻ കാരണം എന്താണ്? കാലിസ്റ്റോയിൽ ഓക്സോണിൻ്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. കാലിസ്റ്റോ അപ്പോൾ ആരുടെ മൂണാണ് കാലിസ്റ്റോ? ജുപ്പിറ്ററിൻ്റെ മൂണാണ്. Phi-3 മിനി AI മോഡൽ ഡെവലപ്പ് ചെയ്തത് ഏത് കമ്പനിയാണ്? അപ്പോൾ ഇതൊരു മിനിയാണ്, മിനി ചെറുത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത ആരായിരിക്കും? ആയിരിക്കും. മൈക്രോസോഫ്റ്റാണ് ഡെവലപ്പ് ചെയ്തത്. Phi-3 അല്ലെങ്കിൽ തന്നെ 3 വരെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്രേ തന്നുള്ളെങ്കിലോ? Phi-3 തന്നുള്ളൂ, മിനി തന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? Phi-3 വരെ പോയുള്ളൂ, ചെറിയ Phi-3 വരെ പോയുള്ളൂ, മിനിയാണ്. അപ്പം മൈക്രോസോഫ്റ്റ്. ഓക്കെ, മൈക്രോസോഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് അങ്കാര A5 റോക്കറ്റ്? അത് റഷ്യയാണ് വരുന്നത്. റഷ്യ. നമുക്കൊരു റഷ് ഉണ്ടെങ്കിലേ ഭയങ്കര ഒരു ഉള്ളിൽ നിന്നൊരു ഇതായിരിക്കും, അങ്കലാപ്പായിരിക്കും. അങ്ങനെ പറയത്തില്ലേ, ഒരു അങ്കലാപ്പായിരിക്കും, ഒരു ആംഗ്രി ആയിരിക്കും. ദേഷ്യം ഉണ്ടെങ്കിൽ, റഷ് അങ്കാര അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റഷ് വെച്ചിട്ട് അങ്കാര അങ്ങനെ ആലോചിക്കണം കേട്ടോ. അങ്കാര ഒരു ആംഗ്രി ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു അങ്കലാപ്പായിരിക്കുമെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി വിച്ച് കൺട്രീസ് ഫ്യൂഷൻ റിയാക്ടർ ആർട്ടിഫിഷ്യൽ സൺ സെറ്റ്സ് ന്യൂ വേൾഡ് റെക്കോർഡ്? ആർട്ടിഫിഷ്യൽ സൺ, ഏത് രാജ്യത്തിൻ്റെ ആർട്ടിഫിഷ്യൽ സൺ ആണെന്നുള്ളതാണ്. ഇതാണ് സാധനം. ഇതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു റിയാക്ടറിനകത്ത് ഇതുപോലെ പ്ലാസ്മ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ആ പ്ലാസ്മയെ ചൂടാക്കി കുറേ ചൂടാക്കും. കുറേക്ക് ആവശ്യമുണ്ട്. സൗത്ത് കൊറിയ ആൻസറിലോട്ട് എത്തണ്ടേ? കുറേ ചൂടാക്കി എവിടം വരെ ചൂടാക്കും? നമ്മൾ 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെ ഫോർ 48 സെക്കൻഡ്, 48 സെക്കൻഡത്തേക്ക് 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കും. അങ്ങനെ കുറേ ചൂടാക്കിയുണ്ട് സൗത്ത് കൊറിയ. ഓക്കെ അല്ലേ, സൗത്ത് കൊറിയ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ തീരും. റീസെൻ്റ്ലി ഇന്ത്യസ് ഡെലിവേർഡ് ഫസ്റ്റ് ബാച്ച് ഓഫ് ബ്രഹ്മോസ് മിസൈൽ ടു വിച്ച് കൺട്രി? ബ്രഹ്മോസിനകത്ത് ബ്രഹ്മപുത്ര എന്നുള്ളതുകൊണ്ട് മോസ്കോ എന്നുള്ളതുകൊണ്ട് 2 നദികളാണ്. അപ്പോൾ ബ്രഹ്മപുത്ര ഇന്ത്യയുടേത്, മോസ്കോ റഷ്യയുടേത്. അപ്പം ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്തത് 2 രാജ്യങ്ങൾ തമ്മിലാണ്, അതറിയാം. പിന്നെ അതൊരു മീഡിയം റേഞ്ച് റാംജെറ്റ് സൂപ്പർസോണിക് മിസൈലാണ് എന്നുള്ളതൊക്കെ ഓക്കെ. ഇന്ത്യ റഷ്യ കിടക്കുന്നു, ബ്രഹ്മോസ് മാനുഫാക്ചർ ലിമിറ്റഡ് അതൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദിച്ചു ഫസ്റ്റ് ബാച്ച് ആർക്ക് കൊടുത്തു? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഇൻവെസ്റ്റൊക്കെ ചെയ്ത് കണ്ടെത്തിയൊരു സാധനം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ഒരു ഫിലി എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ്സിൻ്റെ സാധനമല്ലേ. ഫിലിപ്പീൻസ് ഒരു സന്തോഷം, ഒരു ഇഷ്ടം കാണണം അതിനോട്. അപ്പം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഫിലിപ്പീൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ തീർന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത് എത്ര സമയമായെന്ന് എനിക്കറിയില്ല, എന്നാലും 1 മണിക്കൂർ കൂടുതൽ ഒരുപാട് ആയിട്ടുണ്ട്. എൻ്റെ തൊണ്ടയും പോയി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇത്രയും വലിയൊരു സെക്ഷൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. നല്ല കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഒന്നാമത് 1 മണിക്കൂർ ഇത് പഠിക്കാൻ വേണമെന്നുള്ളതല്ല, നമ്മളിതിനകത്ത് എന്തോരം കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു സൈഡ് ബോക്സസ് മാക്സിമം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതുമായിട്ട് എക്സ്ട്രാ ഫാക്റ്റ് ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ഫാക്റ്റ് പറഞ്ഞ് നമ്മൾ ഒരുപാട് പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ലെന്ത് പോയത്, അല്ലെങ്കിൽ ഇത്രയൊന്നും ലെന്ത് പോകത്തില്ല. അപ്പോൾ ഇനി ഇത് നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനിയും നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷൻ എല്ലാ മന്തിലെയും കറണ്ട് അഫയേഴ്സ് ഇതേപോലെ തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യത്തില്ലേ? ഓരോ മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണല്ലോ ഇത് കമ്പയർ ചെയ്ത് കിടക്കുന്നത്. അപ്പം റിവിഷനാണ് നമുക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ. ഞാനിതിന് മുമ്പ് ചെയ്തപ്പോൾ എനിക്കത് നിന്ന് പോയത് അതുകൊണ്ടാണ്, വ്യൂ വളരെ കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത് നമുക്കൊരു അപ്പോൾ നിങ്ങളത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ എന്തായാലും ചെയ്യും. ബാക്കി വീഡിയോസ് എല്ലാ മന്ത്ലി ബേസിസ് തന്നെ ഞാൻ മാക്സിമം ഇൻഡോലോഗസിൻ്റെ അല്ലെങ്കിൽ വേറെ നല്ല PDF കിട്ടുവാണെങ്കിൽ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഞാനിതിനകത്ത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും കോഡൊന്നും പറഞ്ഞില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.